ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ. അല്ലാഹുവിനെ സംബന്ധിച്ച് നിഷേധിക്കുന്ന ആളുകളോട് അല്ലാഹു ചോദിക്കുകയാണ്, നബിയെ അങ്ങ് അവരോട് പറയുക, അഇദുകും ബിവാഹിദ, ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ഒന്നും രണ്ടുമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റക്കും രണ്ടാളുമായിട്ട് നിങ്ങൾ നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഒരാൾ ഒറ്റയ്ക്ക് ആലോചിക്കുക, ഒരാളും ഒരു പാർട്ട്ണറുമായിട്ട് സംസാരിക്കുക, രണ്ടാളും കൂടി സംസാരിക്കുക, ഖുർആനെ കുറിച്ച് ആലോചിക്കൂ. ഇത് അള്ളാന്റെ വചനമല്ലേ? ഇത് മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മനുഷ്യന്റേതാണോ? നിങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്യണ്ട, ഒരാള് രണ്ടാള് അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തി നോക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാ ബിസ്വാഹിബികും മിൻ ജിന്നഹ, നിങ്ങളുടെ കൂട്ടുകാരനായ നബി തങ്ങൾക്ക് ഒരു ഭ്രാന്തുമില്ല. നബി തങ്ങൾ ഭ്രാന്ത് കൊണ്ടല്ല ഈ പറയുന്നത്, അല്ലാഹു നൽകുന്ന വചനങ്ങളാണിത്. ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് താക്കീത് നൽകുന്ന ഒരു താക്കീതുകാരൻ മാത്രമാണ് നബി. ഈ ആയത്തിനെ കുറിച്ച് കാര്യമില്ല പറയാം. 1, 2. ഇപ്പൊ നമ്മൾ ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് അബുദാബിയിലെ. നമുക്ക് സ്കൂളിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ. മുമ്പൊക്കെ ഇത്രാമത്തെ പേജ് മറിക്കുക, ആ പാരഗ്രാഫ് പുസ്തകത്തിലേക്ക് കോപ്പി എഴുതുക, അല്ലെങ്കിൽ ബോർഡ് എഴുതി കൊടുക്കുക, പകർത്തി എഴുതിക്കോളൂ. ഈ പരിപാടി ഒന്നും ഇപ്പൊ പഠിപ്പിക്കാൻ നടക്കൂല. നല്ല അധ്വാനമാണ്. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ടാസ്ക് വേണം, പെയർ ടാസ്ക് വേണം, ഗ്രൂപ്പ് ടാസ്ക് വേണം, കൊളാബറേറ്റീവ് ടാസ്കുകൾ വേണം. കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്തിട്ട് പഠിക്കണം. പെയർ ടാസ്കുകളുടെ രണ്ടാള് തമ്മിൽ ഇങ്ങനെയൊക്കെ ഡിസ്കഷൻ മെത്തേഡുകളാണ് ഇന്ന് ഏറ്റവും. അത് നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഒരു കോച്ചായിട്ടാണ് അധ്യാപകൻ വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ടീച്ചിങ്ങിന് ടീച്ചേഴ്സിന്റെ ഒരു ക്ലാസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് ധാരാളമായിട്ട് കിടക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഒരു 10 ആള് കൂടി ചർച്ച നടത്തിയാലോ 2 ആള് ചർച്ച നടത്തിയാലോ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഫലവത്തായ ഒരു ഡിസ്കഷൻ? അതിന്റെ ഉത്തരം എന്തെന്നല്ല, ഏറ്റവും സൗണ്ട് ഡിസ്കഷൻ നടക്കാൻ എത്ര പേര് വേണം ഒരു ഗ്രൂപ്പിൽ? 2, 3, 4, 5, 6, 7. ടൊറാന്റോ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിഭാഗം ആളുകൾ നടത്തിയ ഒരു പഠനം, അവര് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇഫക്റ്റീവായി നടക്കണമെങ്കിൽ 2 ആളെ പാടുള്ളൂ. 2 ആള് തമ്മിൽ ഡിസ്കഷൻ നടക്കുമ്പോഴാണ് പരിപൂർണമായും ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയൂ. ഗാരി മില്ലർ പറയാ, ഖുർആൻ സത്യമാണോ എന്നറിയാൻ നിങ്ങൾ ഒറ്റയ്ക്കും 2 ആള് ആയിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നാ ഖുർആൻ പറയുന്നത്. ഏറ്റവും ഇഫക്റ്റീവ് ഗ്രൂപ്പ് ടാസ്ക് 2 ആള് കൂടുന്ന പെയർ ടാസ്കുകളാണ്. ഇത് ഇന്ന് ലോകത്ത് കണ്ടെത്തപ്പെട്ടൊരു മഹാത്ഭുതമാണ്. ഗാരി മില്ലർ പറഞ്ഞു, അവിടെ എന്നെ ഖുർആൻ ചിന്തിപ്പിക്കാൻ തുടങ്ങി. രണ്ടാമത്, അദ്ദേഹം ഖുർആന്റെ ന്യൂമറിക്കൽ വണ്ടർ കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളല്ല, പക്ഷെ അദ്ദേഹം കണ്ടെത്തിയ ചില വിഷയങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ, ഒരു മഹാത്ഭുതമാണ്. മറ്റൊന്ന്, അദ്ദേഹം പറയാണ്, ഖുർആനെ നിഷേധിക്കുന്ന ആളുകൾ, മറ്റു മതവിശ്വാസികളും നിരീശ്വരവാദികളും ഖുർആൻ പിശാച്ചിന്റെ വാക്കുകളാണെന്ന് പറയാം. പക്ഷെ ഖുർആൻ തന്നെ അത് നിഷേധിക്കുന്നുണ്ട്. പിശാച്ചുണ്ടാക്കിയതാണെങ്കിൽ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വമാ തനസ്സലത് ബിഹി ശയാതീൻ വമാ യൻബഗി ലഹും വമാ യസ്തതിഊൻ. ഈ ഖുർആൻ ഇറക്കിയത് പിശാചുക്കളല്ല. വമാ യൻബഗി ലഹും, പിശാചുക്കൾക്ക് ഇതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. വമാ യസ്തതിഊൻ, ഖുർആനെ പോലത്തൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ പിശാചുക്കൾക്ക് എവിടെ നിന്ന് കഴിയാനാ? അപ്പൊ കാര്യമില്ല പറയാ, ഇത് പിശാച്ചിൻ്റെതാന്ന് പറയാ, അതിൻ്റെ ഉള്ളിൽ പിശാച്ചെന്നെ പറയുന്നത് ഞങ്ങളുടേതല്ല കേട്ടോ. പിന്നെ എങ്ങനെ അത് പിശാച്ചിൻ്റെതാവുക? 2, 3, നബിതങ്ങളുടെ ഹിറാ ഗുഹയിലെ സംഭവം, ഗാർ സൗറിലെ ഹിജ്റ പോകുമ്പോൾ സിദ്ദീഖ് തങ്ങളുടെ കൂടെ ഒളിച്ചിരുന്നപ്പോൾ ആ ഒരു ചിലന്തി വല നെയ്ത സംഭവം ഉണ്ടല്ലോ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ മുശ്രിക്കീങ്ങളുടെ കാല് കണ്ടു അല്ലേ? നബി തങ്ങൾ പറഞ്ഞു, നബിയെ ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലറആന, നബിയെ അവരെങ്ങാൻ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഒരു പ്രവാചകനല്ലായിരുന്നെങ്കിൽ എന്താ പറയാ? ഗാരി മില്ലർ പറയാ, നബി അല്ലായിരുന്നെങ്കിൽ എന്ത് പറയും? സിദ്ദീഖേ, ഓടാൻ ബാക്കിൽ വല്ല ഡോറുണ്ടോ ഒന്ന് നോക്ക്. സിദ്ദീഖേ മിണ്ടല്ലേ, ഈ മിണ്ടിയാൽ അവർ കേൾക്കൂലേ എന്ന് പറയേണ്ട സ്ഥാനത്ത് നബി എന്താ പറഞ്ഞത്? തങ്ങൾ സംസാരിച്ചു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സങ്കടപ്പെടേണ്ട സിദ്ദീഖേ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഇത് പറയാൻ ധൈര്യം ഒരു പ്രവാചകനെ കഴിയൂ. ആ നേരത്ത് ശത്രുക്കൾ മുമ്പിൽ നിൽക്കല്ലേ, മിണ്ടേ കേൾക്കൂലേ? നബിതങ്ങൾ മിണ്ടുകയാ ഉണ്ടായത്. പേടിച്ച് വരേണ്ട ഒരാൾ അവിടെ മിണ്ടൂല, ഇറങ്ങി ഓടാനാ നോക്കുക. നബിതങ്ങൾ ചെയ്തതല്ല. ലാ തഹ്സൻ
ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه. അങ്ങനെയല്ലേ ആയത്ത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു ആത്മധൈര്യം എന്നെ ചിന്തിപ്പിച്ചു, ഇത് സത്യപ്രവാചകനാണ്. അത് മാത്രമല്ല, സൂറത്തുൽ മസദ്, ആ സൂറത്ത് അറിയുന്നൊരു കൈപൊക്കിയട്ടെ. സൂറത്തുൽ മസദ് ആരുമില്ല. തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞ സൂറത്ത് അറിയുന്നൊരു കൈപൊക്കിയട്ടെ. അതന്നെയാണ് ഈ സൂറത്തുൽ മസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബ് വതബ്. നമുക്കറിയാം അത് ഇന്നതാന്ന് അറിയില്ല എന്നുള്ളൂ അല്ലേ, കുഴപ്പമില്ല. അബൂലഹബ് നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു, അവന്റെ മക്കളും സമ്പത്തും നാളെ നാശത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു സയസ്ലാ നാറൻ ദാത ലഹബ്. ഈ അബൂലഹബ് നരകത്തിൽ ചെന്ന് പതിക്കും എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവില്ല. ഇതൊരു മഹാത്ഭുതമുള്ള ആയത്താണ് ഖുർആനിലെ. നമ്മുടെ അക്കങ്ങളുടെ അത്ഭുതങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ അബൂലഹബ് നരകത്തിലാണ് എന്ന ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങി 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അബൂലഹബ് മരിക്കണത്. ഇതിന്റെ ഇടയിലെങ്ങാനും തമാശക്ക് കാര്യത്തിലല്ല, തമാശക്കെങ്കിലും അബൂലഹബ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രത്യക്ഷത്തിൽ അയാൾ മുസ്ലിമാണെന്ന് ഗണിക്കണം. മുസ്ലിമായ ഒരാൾ നരകത്തിലാണെന്ന് ഖുർആൻ എങ്ങനെ പറയുന്നു? അത് തെറ്റല്ലേ? ഖുർആൻ തിരുത്തേണ്ടി വരും. എങ്ങനെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ 10 കൊല്ലം മുമ്പിലുണ്ടായിരിക്കെ അബൂലഹബ് മരിക്കാൻ 10 കൊല്ലം ബാക്കിയുണ്ട്, 3650 ദിവസങ്ങൾ ഇനി ബാക്കിയുണ്ട്. അതിനിടയിൽ അബൂലഹബ് ഒരിക്കലും തമാശയിൽ പോലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സൂറത്തുൽ മസദ് ഇറങ്ങിയത്. അതിൻ്റെ ഇടക്കങ്ങാനും അബൂലഹബ് തമാശയിലെങ്കിലും ഈ വചനം ഉച്ചരിച്ചാൽ ഖുർആൻ തെറ്റാണെന്ന് വരും. പക്ഷെ അബൂലഹബ് ഇത് പറഞ്ഞില്ല എന്ന അത്ഭുതം. ഇത് ഖുർആൻ്റെ ഒരു അത്ഭുതമാണ്. 10 കൊല്ലം സമയം കൊടുത്തു, അയാൾക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. സുബ്ഹാനല്ലാഹ്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞ അവസാനത്തേത് മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക. നബി തങ്ങളോട് ഖുർആനിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു പറയും, നബിയെ ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ സമുദായത്തിനോ അറിയില്ലായിരുന്നു നബിയെ, ഞാൻ പുതുതായി പഠിപ്പിച്ചത്. ദിസ് ഈസ് സംതിങ് ന്യൂ ഫോർ യു ആൻഡ് ഫോർ യുവർ നേഷൻ. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ സമുദായത്തിനും ഒരു പുതിയ അറിവാണ്. നബിക്ക് മാത്രമാണെങ്കിൽ നമുക്ക് സഹിക്കാം. അങ്ങയുടെ സമുദായം മക്കക്കാരോടുണ്ട്, ഖുറൈശികളുണ്ട്, അവിശ്വാസികളുണ്ട്. അവരാരെങ്കിലും ഇടക്ക് വന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾക്കറിയുമായിരുന്നല്ലോ, ഈ കഥ ഞങ്ങൾ കേട്ടതാണല്ലോ എന്ന് പറയാൻ അവസരം കൊടുക്കാത്ത വിധം അള്ളാഹു തീർത്തും പറഞ്ഞു, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും പുതിയൊരു ചരിത്രമാണ് നബിയെ. അമ്പിയാന്റെ ചരിത്രം പറഞ്ഞിട്ട് അവരാരും അത് നിഷേധിക്കാൻ മുന്നോട്ട് വന്നില്ല. അങ്ങനെ ഖുർആനിൻ്റെ മഹാത്ഭുതം കണ്ട് മുസ്ലിമായ പ്രഗത്ഭനായ മാത്തമാറ്റീഷ്യനാണ് പ്രൊഫസർ ഗാരി മില്ലർ. അള്ളാഹു നമുക്കും അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ അഹദ് ഉമർ എന്നാണ്. അബ്ദുൽ അഹദ്, ഏകനായവൻ്റെ അടിമയായ ഉമർ, അബ്ദുൽ അഹദ് ഉമർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇസ്ലാമിന് വേണ്ടി ദഅവത്ത് ചെയ്യാൻ റേഡിയോയിലും ടെലിവിഷനിലുമൊക്കെ ഇസ്ലാമിക ദഅവത്തിൽ വ്യാപൃതരാണ് അദ്ദേഹം. അത് അബ്ദുൽ അഹദ് ഉമർ. മുമ്പ് ഗാരി മില്ലർ എന്നറിയപ്പെട്ടിരുന്ന പ്രഗത്ഭനായ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അദ്ദേഹം മാത്തമാറ്റീഷ്യനാണ്. വലിയൊരു അത്ഭുതം നടന്നൊരു സംഭവം അത് രേഖപ്പെടുത്തിയത് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ മുമ്പത്തെ ഡീനും പ്രൊഫസർ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ഡ്രഗ്സ് അറ്റ് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ മെഡിസിനൽ പ്ലാന്റുകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും ഗവേഷണം ചെയ്യുന്ന പ്രൊഫസർ പ്രഗത്ഭനായ ഡോക്ടർ ത്വാഹ ഇബ്രാഹിം ഖലീഫ. ഇതൊരു ജപ്പാൻകാരായ ഒരു വിഭാഗം ആളുകളുടെ ഒരു കണ്ടെത്തലാണ്. ഇപ്പോൾ നമ്മളൊക്കെ പ്രായം അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. നമുക്ക് പ്രായമാവുന്നത് ഇഷ്ടമല്ല. ശരീരം ചുക്കി ചുളിഞ്ഞ് എല്ലുകൾ ദുർബലമായി, നമ്മുടെ ശരീരം ദുർബലമായി, തലമുടികൾ നരച്ച്, ശരീരം നരബാധിച്ച് നമ്മൾ ഏജിങ്ങിലേക്ക് പോവുകയാണ്. പക്ഷെ ഈ പ്രായം വരാണ്ടിരിക്കാനൊരു സീക്രട്ട് ഉണ്ട്. പ്രായം തോന്നിക്കാതിരിക്കാൻ നടന്മാരൊക്കെ പല സീക്രട്ടും ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഖുർആനികമായൊരു ചികിത്സയുണ്ട് അതിന്. അതായത് 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ, ഈ എങ്ങനെ ഇപ്പോൾ വളരെ യങ്ങായിട്ട് തോന്നുന്ന പ്രായം 15 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായം മനുഷ്യന് യങ്ങാണ്, വളരെ ചെറുപ്പക്കാരനാണ്. ആ സമയം നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു പ്രോട്ടീൻ, മെറ്റലോസിയോനിൻ എന്നാണ് ഇതിൻ്റെ പേര്. മെറ്റാലോസിയോനിൻ. ഇത് 35 വയസ്സ് വരെ നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. 35 വയസ്സ് കഴിഞ്ഞാൽ ബ്രെയിൻ അത് സ്റ്റോപ്പ് ചെയ്യും.
35 കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഏജിങ്, പ്രായമായി തുടങ്ങി, എത്ര മേക്കപ്പ് ചെയ്താലും ആൾക്ക് പ്രായമുണ്ടല്ലോ എന്ന് തോന്നുന്ന തരത്തിൽ നമ്മുടെ ശരീരം അതിൻ്റെ ഘടനയെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മെറ്റലാസിയോനിൻ നമുക്കിനി എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ ശരീരം മൃഗങ്ങൾക്ക് ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ശരീരം, നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണത്. അതിനകത്ത് സൾഫർ ഉണ്ട്, സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. പക്ഷേ 35 വയസ്സ് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടാനില്ല. അപ്പം മൃഗങ്ങളിൽ നിന്ന് കിട്ടുമോ സസ്യങ്ങളിൽ നിന്ന് കിട്ടുമോ എന്നൊരു പഠനവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ജാപ്പനീസ് ഡെലിഗേഷൻ ഈജിപ്തിലേക്ക് വരുന്നു പഠനം നടത്താൻ. ഇതെവിടെ നിന്നാണ് കിട്ടുക? അങ്ങനെ അവർ കണ്ടെത്തി ഇത് കിട്ടുന്ന 2 സാധനമാണ് ചെടികളിലുള്ളത്. ഒന്ന് അത്തിപ്പഴം, മറ്റൊന്ന് ഒലീവ്. ജൈത്തൂൻ കായ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കിട്ടും. പക്ഷേ അതിൻ്റെ പ്രപ്പോർഷൻ എങ്ങനെ? 7 അത്തിപ്പഴത്തിന് 1 ഒലീവിൻ്റെ കായയുടെ എണ്ണ. അത് 2 മിക്സ് ചെയ്താൽ കിട്ടുന്ന മിശ്രിതം മനുഷ്യനെ ആൻറ്റി ഏജിങ് യൂണിറ്റായി പ്രവർത്തിക്കുമെന്നാണ്. ഇപ്പം അത്തിപ്പഴത്തിന് ചിലവ് കൂടും അല്ലേ? പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് അത്തിപ്പഴം ഇനി ജെയ്ത്തൂൻ കായ ആയിക്കോട്ടെ എന്നാണ് ഇനി പറയാൻ പോവുക. അപ്പം 7 അത്തിപ്പഴവും 7 അത്തിപ്പഴവും ഒരു തീനും 7 ജൈത്തൂനും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു അത്തിപ്പഴം 7 ജൈത്തൂൻ, അങ്ങനെയാണ്. എന്തല്ല ഞാൻ പറഞ്ഞ പോലെയല്ല, ഒരു അത്തിപ്പഴവും 7 ജൈത്തൂനും. ഇതാണ് ഇതിൻ്റെ മിശ്രിതം, ശരിയായ മിശ്രിതം. അതുകൊണ്ടുണ്ടായി കിട്ടുന്ന മെറ്റാലോസിയോനിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ മനുഷ്യ ശരീരത്തിന് പ്രായം തോന്നിക്കുന്നതിനെ തടയാൻ കഴിയും എന്നാണ്. ഡോക്ടർ ത്വഹ ഇബ്രാഹിം ഖലീഫ, അദ്ദേഹം ഒരു ഖുർആൻ ഗവേഷകനാണ്. അദ്ദേഹം പ്ലാന്റുകളെ കുറിച്ച് പഠിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു അത്ഭുതം കണ്ടെത്തി. 7 ജൈത്തൂൻ കായക്ക് 1 അത്തിപ്പഴം കേട്ടോ, നേരത്തെ പറഞ്ഞ തിരുത്തണം. 7 ജൈത്തൂൻ കായക്ക് 1 അത്തിപ്പഴം, 7 ജൈത്തൂൻ കായയുടെ ഓയിൽ, അത് 1 അത്തിപ്പഴത്തിൽ മിക്സ് ചെയ്തുണ്ടാക്കുന്ന മിശ്രിതം. അദ്ദേഹം ഖുർആനിൽ പഠനം നടത്തിയിട്ട് അദ്ദേഹം കണ്ടെത്തി, ഖുർആനിൽ അത്തിപ്പഴം എന്ന് പറഞ്ഞത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്. ജൈത്തൂനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് 7 സ്ഥലങ്ങളിൽ മാത്രമാണ്. അതിൽ 6 സ്ഥലങ്ങളിൽ ജൈത്തൂൻ എന്ന് വ്യക്തമായി അള്ളാഹു പറഞ്ഞു. ഒരു സ്ഥലത്ത് അള്ളാഹു തആല സൂറത്തുൽ മുഅ്മിനൂനിൽ വശജറതൻ തഖ്റുജു മിൻ തൂരി സൈനാഅ തംബുതു ബിദ്ദുഹൻ വസുബ്ഗുൽ ലിൽ ആകിലീൻ. സൈനാ മലകളിൽ ഉണ്ടാകുന്ന മുബാറക്കായ ബറക്കത്തുള്ള വൃക്ഷം, അതിൽ എണ്ണയുണ്ട്, ജനങ്ങൾക്കതിൽ ഫലപുഷ്ടമായതുണ്ട് എന്ന് അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ. അത് എന്തിനെ കുറിച്ചാണ് ബറക്കത്തായ വൃക്ഷം എന്ന് പറയാ? ജൈത്തൂനെ കുറിച്ചാണ്. അവിടെ മാത്രം ജൈത്തൂൻ എന്ന പദം പ്രയോഗിച്ചില്ല, പക്ഷെ ജൈത്തൂനെ കുറിച്ച് പരാമർശിച്ചു. 6 സ്ഥലങ്ങളിൽ അള്ളാഹു ജൈത്തൂൻ എന്ന് പറഞ്ഞു. അങ്ങനെ 7 സ്ഥലങ്ങളിൽ ജൈത്തൂൻ പരാമർശമുണ്ട് ഖുർആനിൽ. അത്തിപ്പഴം 1 മാത്രം, അത് സൂറത്തു തീനിൽ. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ അള്ളാഹു കൃത്യമായ, Allah created humans in the right proportion. വളരെ കൃത്യമായ അനുപാതത്തിലാണ് മനുഷ്യനെ പടച്ചത് എന്ന് പറയുന്നതിൻ്റെ മുമ്പാണ് തീനും ജൈത്തൂനും അള്ളാഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ കൃത്യമായ സൃഷ്ടിപ്പ്, അതിന്റെ തൊട്ടു മുമ്പ് വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ. അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം, ജൈത്തൂനിനെ തന്നെയാണ് സത്യം, സീനാ മലയെ തന്നെ സത്യം, വഹാദൽ ബലദിൽ അമീൻ, ഈ മക്കയെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് ലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചു ഫി അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ രീതിയിൽ. മനുഷ്യ സൃഷ്ടിപ്പും അത്തിപ്പഴവും ജൈത്തൂനും, 7 തവണ ജൈത്തൂൻ 1 തവണ അത്തിപ്പഴം, ഇത് യാദൃച്ഛികമാണോ? ഈ ഡെലിഗേഷന്റെ, ജാപ്പനീസ് ഡെലിഗേഷന്റെ തലവൻ ഇസ്ലാം സ്വീകരിച്ച സംഭവം ഈ അടുത്ത കാലങ്ങളിലുണ്ടായ വിശുദ്ധ ഖുർആനിലേക്കുള്ള നടന്ന പഠനങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു കണ്ടെത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങൾ ഇനിയും മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചില സൂറകളിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ളത് ഒരൽപ്പം ശ്രദ്ധ കൊടുത്ത് ഒരൽപ്പം കണക്കുകൾ, പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന മുഅ്മിനെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിൽ വരുന്നത് ഒരിക്കലും യാദൃച്ഛികമല്ല, മനുഷ്യബുദ്ധിക്കതീതമാണ്. മനുഷ്യനിത് ചെയ്യാൻ കഴിയില്ല എന്ന് മനുഷ്യനെ 1000 വട്ടം ചിന്തിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഈ കലാം. സൂറത്തുൻ നംൽ
ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അക്കങ്ങളുടെ അത്ഭുതങ്ങളിലേക്ക് പോവുകയാണ്. സൂറത്തുൻ നംല് ചില സൂറകൾ മാത്രമാണ് സാമ്പിളായിട്ട് എടുക്കാൻ, മുഴുവൻ പറയാൻ സമയം. ഒരുപാട് കിതാബുകൾ ഇത് സംബന്ധിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വഴിയെ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ചില കിതാബുകളുടെ പേരുകളൊക്കെ ഇൻഷാ അല്ലാഹ്. സൂറത്തുൻ നംല് ഖുർആനിലെ 27ാമത്തെ സൂറയാണ്. സൂറത്തുൻ നംല് 27ാമത്തെ സൂറ. എത്ര ആയത്തുകളാണ്? 99 ആയത്തുകൾ. ഞാൻ പറയുന്നത് സൂറകളുടെ പേര് ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സൂറയ്ക്ക് ഇന്ന പേരാണ്, ഇന്ന സൂറയിൽ ഇത്ര ആയത്തുകളാണ് നബിയെ, അത് ഈ ആയത്ത് മുതൽ ഈ ആയത്ത് വരെയാണ്. ഇത് തൗഖീഫിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നബി തങ്ങൾക്ക് ജിബ്രീൽ തങ്ങൾ മുഖാന്തരം അറിയിച്ചു കൊടുത്ത അറിവാൻ. തങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും അവിടെ ചെയ്യാൻ കഴിയില്ല. ഇനി അറിയേണ്ടത്, നബി തങ്ങളുടെ കാലത്ത് അക്കങ്ങൾക്ക് നമ്പർ ഇട്ടിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 2, അങ്ങനെ വലല്ലാലിയത്തുമുലുക്കി 7. ഈ അക്കങ്ങൾ നബി തങ്ങളുടെ കാലത്ത് ഇട്ടിട്ടില്ല. ആയത്തുകളായിട്ട് ഓതപ്പെടുന്നു. ഇന്ന സൂറത്ത് കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് നേരെ ആരംഭിക്കുന്നു എന്നല്ലാതെ ആയത്തുകളുടെ അക്കങ്ങൾ ഉണ്ടാകുന്നത് പിന്നീടാണ്, അക്കങ്ങൾ ചേർത്തുന്നത്. ഇനിയാണ് നമ്മൾ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നത്. സൂറത്തുൻ നംല് 20. ഓരോ സൂറകൾക്കും ചില പ്രത്യേകമായ നമ്പറുകൾ, അതിൻ്റെ അത്ഭുത നമ്പറുകളാണ്. സൂറത്തുൻ നംല് 27ാമത്തെ സൂറ, ആയത്തുകൾ 93. ഈ സൂറ ആരംഭിക്കുന്നത് തോസീൻ. സൂറത്തുൻ നംല് 2 അക്ഷരങ്ങളെ കൊണ്ട്. സൂറത്തുൻ നംലിൽ തോ സീൻ 2 അക്ഷരങ്ങൾ ആരംഭിക്കുന്നത് തോ സീന്. ആ തോ സൂറത്തുൻ നംലിൽ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? 27 തവണ. സൂറത്തുൻ നംലിന്റെ സൂറത്തിന്റെ എണ്ണം എത്രാമത്തെ സൂറയാണ്? 27ാമത്തെ സൂറയാണ്. തോ സൂറത്തുൻ നംലിൽ 27 തവണ മാത്രമേ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. സീൻ സൂറത്തുൻ നംലിൽ 93 തവണയാണ് അള്ളാഹു ഉപയോഗിച്ചത്. സീൻ തോവും സീന് കൊണ്ട് അത് ആരംഭിക്കുന്നത്. ഇതിനാണ് അൽ ഹുറൂഫുൽ മുഖത്വഅ എന്ന് പറയാ. ഹുറൂഫുൽ മുഖത്വഅ, ഡിസ്ജോയിന്റ് ലെറ്റേഴ്സ്. 14 അക്ഷരങ്ങളെ കൊണ്ട് 29 സൂറകൾ അള്ളാഹു ആരംഭിക്കുന്നത് ഇതുപോലെയാണ്. ഖാഫ്, നൂൻ, യാസീൻ, ത്വാഹ, കഫ്, ഹാ, യാ, ഐൻ, സ്വാദ്. ഇങ്ങനെ 29 സൂറകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിൽ സൂറത്തുൻ നംല് തോസീൻ, ഇതിൽ തോ അള്ളാഹു ഉപയോഗിച്ചത് 27 തവണ, സീൻ അള്ളാഹു ഉപയോഗിച്ചത് 93 തവണ. അതൊക്കെ നമുക്ക് എണ്ണി നോക്കാവുന്നതാണ്. 93, 94 ഇല്ല, 93 സ എന്ന അക്ഷരം ഈ സൂറയിലുണ്ട്. ഈ 93 എത്രയെന്നറിയോ? സൂറത്തുൻ നംലിലെ ആയത്തുകളുടെ എണ്ണം 93 ആണ്. സൂറത്തുൻ നംലിന്റെ ചാപ്റ്റർ നമ്പർ 27 അത്രയാണ് തോ എന്ന അക്ഷരം. സീൻ ആയത്തിന്റെ എണ്ണത്തിന് കൃത്യമാണ്. ഇനി ഈ 93ഉം 27ഉം കൂടി കൂട്ടി നോക്കിയാൽ 93 + 27 120. 120 എന്ന് പറയുന്നത് സൂറത്തുൻ നംലിൽ നംല് എന്ന വാക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ കണക്കുണ്ടല്ലോ, നൂനിന്റെ വാല്യൂ ഉണ്ട് 30, മീം 40, ലാം 50. 30 + 40 + 50 എത്രയാ? 120. ആ 120 നംല് എന്ന വാക്കിന്റെ ന്യൂമറിക്കൽ വാല്യൂ 120 ആണ്. ആ 120 നേരത്തെ പറഞ്ഞ 27 എന്ന സൂറയുടെ നമ്പറും 93 എന്ന സൂറയുടെ ആയത്തിന്റെ അക്കവും കൂട്ടിയാൽ കിട്ടുന്നത്. അല്ലെങ്കിൽ 27 എന്ന തോഇന്റെ എണ്ണവും സീൻ 93, ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നതും 120. സുബ്ഹാനല്ലാഹ്. ഇത് യാദൃശ്ചികമാണെന്ന് പറയാൻ കഴിയുമോ? സൂറത്തു തൗബ വിശുദ്ധ ഖുർആനിലെ 9ാമത്തെ സൂറയാണ് സൂറത്തു തൗബ. സൂറത്തു തൗബക്ക് ബിസ്മില്ല, ബിസ്മി ഓതാൻ പാടുള്ളതുമല്ല. അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പറയുന്ന ആയത്താണത്. റഹ്മത്ത് അള്ളാഹു നിഷേധിക്കുന്ന ചില വിഭാഗത്തെക്കുറിച്ച് പരാമർശിച്ച സൂറയാണ്. അതുകൊണ്ട് റഹ്മാനും റഹീമുമായ അള്ളാഹു എന്നത് ആ സൂറയോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ബിസ്മില്ല എന്ന് പറയാൻ കാരണം. പക്ഷേ 114 സൂറകൾക്ക് 114 ബിസ്മില്ലയുണ്ട്. തൗബയിൽ ബിസ്മില്ല, അപ്പൊ 113 ആവൂലേ എന്ന് സംശയം വരും. അതിനാ സൂറത്തുൻ നംലിൽ അല്ലാഹു തആല 30ാമത്തെ ആയത്തിൽ കൊണ്ടുവന്നു ഇന്നഹു മിൻ സുലൈമാൻ. ബിൽഖീസ് രാജ്ഞിക്ക് സുലൈമാൻ നബി കൊടുത്തയച്ചൊരു കത്ത്. ആ കത്തിൽ എന്താണെന്നറിയോ? ഇത് സുലൈമാൻ നബിയുടെ കത്താണ്. ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കൊണ്ടാണ്, ആ ഒരു വചനം കൊണ്ടാണ് എന്ന് ബിൽഖീസ് രാജ്ഞി പറയുന്ന പരാമർശം സൂറത്തുൻ നംലിൽ കൊണ്ടുവന്നു. അപ്പൊ നംലിന്റെ തുടക്കത്തിൽ ബിസ്മിയുണ്ട്, 30ാമത്തെ ആയത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ സൂറത്തു തൗബയിൽ ആ കളഞ്ഞതിന് പകരം 114 സൂറയുടെ എണ്ണം 114 ബിസ്മില്ല വന്നു. നമ്മുടെ വിഷയം അതല്ല.
9-ാമത്തെ സൂറയാണ് സൂറത്തു തൗബ. അവിടെയാണ് ബിസ്മി ഇല്ലാത്തത്. സൂറത്തു നംലിൽ 30-ാമത്തെ ആയത്തിൽ ബിസ്മി വന്നു, നംലിൽ 2 സൂറത്ത്. ഇവിടെ സൂറത്തു നംലും സൂറത്തു തൗബയും തമ്മിലുള്ള വ്യത്യാസം, സൂറത്തു നംല് 27-ാമത്തെ സൂറയാണ്, സൂറത്തു തൗബ 9-ാമത്തെ സൂറയാണ്. ഇതാണ് ബിസ്മിയുമായി ബന്ധപ്പെട്ട 2 സൂറ. ഒന്നിൽ ബിസ്മി ഇല്ല, ഒന്നിൽ 2 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ 27-ൽ നിന്ന് 9-നെ മൈനസ് ചെയ്താൽ 27 സൂറത്തു നംലിന്റെ സൂറയുടെ നമ്പർ, 9 സൂറത്തു തൗബയുടെ നമ്പർ. 27 മൈനസ് 9 എത്രയാണ്? 18. 18 സുബ്ഹാനല്ലാഹ്. സൂറത്തു തൗബ മുതൽ സൂറത്തു നംല് വരെ എത്ര സൂറകളുണ്ട് എന്ന് എണ്ണി നോക്കൂ. 19 മുതൽ 27 വരെ എത്ര സൂറകളുണ്ട്? 18 സൂറകളാണ്. ആ 18ആണ് 27-ൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന അക്കം. അതുമാത്രമല്ല, സൂറത്തു തൗബയെ നമ്മൾ സൂറത്തു തൗബ മുതൽ നംല് വരെ, തൗബ 9-ാമത്തെ സൂറത്ത്, ശേഷമുള്ള സൂറത്ത് 10-ാമത്തേത്, 11-ാമത്തെ സൂറത്ത്, ഇതിനെ നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ 9 + 10 + 11 + 12 + 13 അങ്ങനെ 27-ാമത്തെ സൂറത്ത് വരെ 26 + 27 എന്ന് നോക്കിയാൽ ആ അക്കം 342 എന്ന് കിട്ടും. 342 എന്ന് പറയുന്നത് 18 × 19 ആണ്. 18 തവണ 19-നെ ഗുണിച്ചാൽ കിട്ടുന്ന അക്കമാണ് 342. ഇവിടെ വല്ലാത്തൊരു അത്ഭുതം കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. 19-ന്റെ ഗുണിതവും 19-ന്റെ മഹാത്ഭുതങ്ങളും അള്ളാഹുവിൻ്റെ കലാമിൽ ഒരുപാടുണ്ട്. സൂറത്തു നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നംല് എന്ന് പറഞ്ഞ വാക്ക് അല്ലാഹു കൊണ്ടുവന്നത് സൂറത്തു നംലിലെ 18-ാമത്തെ ആയത്തിലാണ്. 18-ാമത്തെ ആയത്തിൽ 19 വാക്കുകളാണുള്ളത്. ഈ 18ഉം 19ഉം ആ സൂറയിൽ ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ ഓരോ സൂറയെയും അക്കങ്ങളുമായി അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കും. ഒരക്ഷരം അങ്ങ് നഷ്ടപ്പെട്ടാൽ ഖുർആന്റെ സ്ട്രക്ചർ അങ്ങ് നഷ്ടപ്പെട്ടു പോയേക്കും. അടുത്തത് സൂറത്തു നഹ്ല്. ഇത് 16മായി ബന്ധപ്പെട്ട ഒരു സൂറയാണ്. സൂറത്തു നഹ്ല് 16, 884, 4104 ഈ അക്കങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. സൂറത്തു നഹ്ൽ 16-ാമത്തെ സൂറയാണ്. ഈ നഹ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ തേനീച്ചയിലെ ആണിനാണ് നഹ്ൽ എന്ന് പറയാ, പെണ്ണിന് നഹ്ലത്ത് എന്നാണ് പറയാ. നഹ്ൽ എന്ന് പറഞ്ഞ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് 16 ക്രോമസോമുകളാണ്. 16 ക്രോമസോമുകളാണ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഒരു കുഞ്ഞിന് ജന്മമാകുന്നത്. 16 ക്രോമസോമുകൾ ആര് കൊടുക്കണം? ആൺ തേനീച്ച കൊടുക്കണം. ഈ തേനീച്ചയെ ആൺ തേനീച്ച എന്നർത്ഥം വരുന്ന സൂറത്തു നഹ്ൽ, അതിൽ 16-ാമത്തെ സൂറയാണിത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ക്രോമസോമുകൾ 16. ഇനി ഇരുമ്പിനെ കുറിച്ച് വരുന്ന സൂറത്തുൽ ഹദീദ്, ഒരു മഹാത്ഭുതം കിടക്കുന്നുണ്ട് അവിടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി മനസ്സിലാക്കാം. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഒന്ന് ഉറക്കെ ചൊല്ലു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇത് അത്ഭുതമുള്ളൊരു സൂറയാണ്. ആൺ തേനീച്ചയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. 16-ാമത്തെ സൂറയാണിത്. ആൺ തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്നത് 16 ക്രോമസോമുകളാണ് താനും. ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നഹ്ല് എന്ന പ്രയോഗം സൂറത്തു നഹ്ലിലല്ലാതെ അള്ളാഹു പ്രയോഗിച്ചിട്ടില്ല. നഹ്ല്, ഈ തേനീച്ച എന്ന് പറയുന്ന ഈ വാക്ക്, ആ പ്രയോഗം വന്നതോ 68-ാമത്തെ ആയത്തിലും. സൂറത്തു നഹ്ലിലെ 68-ാമത്തെ ആയത്തിലാണ് നഹ്ല് എന്ന പദപ്രയോഗം വരുന്നത്. അതിങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖിദി മിനൽ ജിബാലി ബുയൂതാ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. വഔഹാ റബ്ബുക ഇലൻ നഹ്ൽ. നബിയേ, അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചക്ക് ഉത്ബോധനം കൊടുത്തു, വഹി കൊടുത്തു. അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ, പർവ്വതങ്ങളിൽ നീ പോയി കൂടുണ്ടാക്കണം. വമിനശ് ശജരി, വൃക്ഷങ്ങളിലും. വമിമ്മാ യഅരിശൂൻ, മനുഷ്യർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കുന്ന വീടോ പന്തലോ ഉള്ള സാധനങ്ങളിലൊക്കെ നീ തേനീച്ച കൂട് വെച്ചേക്ക് എന്ന് അല്ലാഹു തേനീച്ചക്ക് അല്ലാഹു വഹി കൊടുത്തു.
അതുകൊണ്ട് തേനീച്ച കാട്ടിലും വൃക്ഷങ്ങളിലും ചുമരുകളിലും പന്തലിലുമൊക്കെ ഉണ്ടാവാൻ കാരണം അള്ളാഹു കൊടുത്ത 3 സ്ഥലങ്ങളാണ്: പർവ്വതങ്ങൾ, പിന്നെ വൃക്ഷങ്ങൾ, മിമ്മായാരിശു, മനുഷ്യന്മാർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കുന്നത്. ബിൽഡിങ്ങുമിലും റൂഫുമിലൊക്കെ കാണുന്നില്ലേ തേനീച്ചകൾ തൂങ്ങി നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിലൊക്കെ കാണും. ചിലപ്പോൾ മനുഷ്യരുണ്ടാക്കുന്ന പന്തലിൻ്റെ മീതൊക്കെ ഉണ്ടാവും. മിമ്മായാരിശു. ഈ ആയത്തിലാണ് അള്ളാഹു നഹ്ൽ എന്ന് പറയുന്ന മഹാത്ഭുതം. തേൻ രോഗങ്ങൾക്ക് ശിഫയാണ്. തേനീച്ചയെക്കുറിച്ച് പറയുന്നത് സൂറത്തുൻ നഹ്ലിലെ 16-ാമത്തെ സൂറയിലെ 68-ാമത്തെ ആയത്തിൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ ആയത്തിന്റെ തുടക്കം മുതൽ 68-ാമത്തെ ആയത്ത് വഔഹാ റബ്ബുക ഇലൻ നഹ്ൽ, അവിടം മുതൽ ഔഹാ റബ്ബുക ഇലൻ നഹ്ലി വഔഹാ റബ്ബുക ഇലൻ നഹ്ൽ എന്ന് നോക്കിയാൽ നഹ്ൽ എന്ന തേനീച്ച എന്ന വാക്കുവരെ ഈ ആയത്തിന്റെ തുടക്കം മുതൽ 16 അക്ഷരങ്ങളാണ്. ഈ സൂറ 16-ാമത്തെ സൂറയാണ്. സൂറയുടെ പേര് നഹ്ല്. നഹ്ല് എന്ന വാക്ക് വരെ ഈ ആയത്തിന്റെ ആദ്യം മുതൽ നഹ്ല് വരെ 68-ാമത്തെ ആയത്തെടുത്താൽ 16 അക്ഷരങ്ങളാണ്. ഇത് യാദൃച്ഛിക എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞില്ല. 68-ാമത്തെ ആയത്ത് 54 അക്ഷരങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 54 അക്ഷരങ്ങൾ 16 അക്ഷരങ്ങളാൽ രൂപീകൃതമായ 54 അക്ഷരങ്ങൾ. 68-ാമത്തെ ആയത്ത്, അതിലാണ് നഹ്ല് എന്ന പ്രയോഗം. ആ ആയത്ത് 54 അക്ഷരങ്ങൾ അതിലുള്ളത്. ചില അക്ഷരങ്ങൾ ആവർത്തിച്ചതാണ്. അപ്പൊ ആവർത്തനം ഒഴിവാക്കിയാൽ അതിലുള്ള അക്ഷരങ്ങൾ എത്രയാണ്? 16 അക്ഷരങ്ങളേ ഉള്ളൂ. ആ അലിഫ്, ബാ, ജീം, വാവ്, ഹാ, യാ, കാഫ്, ലാം, മീം, നൂൻ, ഐൻ, റാ, ഷീൻ, ത, ഖാ, ദാൽ, ഈ അക്ഷരങ്ങൾ ഒരുമിച്ച് ചേർത്ത് 54 അക്ഷരങ്ങൾ മൊത്തത്തിൽ. പക്ഷേ ആവർത്തനം ഒഴിവാക്കിയാൽ 16 അക്ഷരങ്ങളെ അതിലുള്ളൂ. നഹ്ല് വരെ 14 അക്ഷരങ്ങൾ, മുഴുവനെടുത്താലും 14 അക്ഷരങ്ങൾ. നഹ്ല് 16-ാമത്തെ അക്ഷരമായിട്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സൂറയാണെങ്കിലോ 16-ാമത്തെ സൂറയും. ഇതൊക്കെ മറ്റ് നിബിധങ്ങൾ ഉണ്ടാക്കിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒരക്ഷരം ഏറിയാൽ ഒരു അപകടം അക്ഷരം ഒന്നേറിയാൽ ഈ സ്ട്രക്ചർ അങ്ങ് തെറ്റിപ്പോകും. അതിൻ്റെ കാര്യം പറയാണ്ട്, പക്ഷെ ഇത് കഴിഞ്ഞിട്ടാവാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൻ നഹ്ലിൽ എത്ര ആയത്തുകളുണ്ട്? 128 ആയത്തുകൾ. 128 ആയത്തുകൾ. ഈ 128 ആയത്തുകളാണ് സൂറത്തുൻ നഹ്ലിലുള്ളത്. അവസാനത്തെ ആയത്ത് 128-ാമത്തെ ആയത്ത് 8 വാക്കുകളാൽ രൂപീകൃതമാകുന്ന ആയത്താണ്. ആ ആയത്ത് അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഇസ്ര ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സജ്ജനങ്ങളുടെ കൂടെയാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരോടൊപ്പമാണ്. വല്ലദീന ഹും മുഹ്സിനൂൻ, നന്മ ചെയ്യുന്നവരോട് കൂടെയുമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സൂറ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, സ്വന്തം അബ്ദായ നബി തങ്ങളെ ഇസ്രാ മിഅ്റാജ് കൊണ്ടുപോയ അല്ലാഹു മഹോന്നതനാണ്. അല്ലാഹു സജ്ജനങ്ങളുടെ കൂടെയാണ്. സജ്ജനങ്ങളുടെ നേതാവാരാ? റസൂലുള്ളാഹി തങ്ങൾ. ആ നബി തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സാമീപ്യം അറിയാൻ കൊണ്ടുപോയ യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. അതായത് സൂറത്തുൻ നംൽ കഴിഞ്ഞാൽ വരുന്ന സൂറയ സൂറത്ത് ഇസ്രാ. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. സൂറത്തുൻ നഹ്ലിലെ 128-ാമത്തെ, അതായത് അവസാനത്തെ ആയത്ത് ആ സൂറയിലെ. ഈ ആയത്തുണ്ടാകുന്നത് 8 കലിമത്തുകളാണ്, 8 വാക്കുകളാണ്. 8 വാക്കുകൾ, 8 വാക്കുകളാണ് ഈ ആയത്തിലുള്ളത്. ഇതിന് അത്ഭുതം എന്താന്ന് വെച്ചാൽ 128-ാമത്തെ ആയത്തും അതിലുള്ള കലിമത്തുകളും തമ്മിൽ നോക്കിയാൽ 128-ാമത്തെ ആയത്ത് അതിൽ 8 കലിമത്ത്, 128-ൽ നിന്ന് 8നെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും 16. ഈ സൂറത്ത് 16-ാമത്തേതാണ്. നഹ്ല് 16-ാമത്തെ വാക്കാണ്. 16 അക്ഷരങ്ങളാ. 16 ഈ അവസാനത്തെ 128-ാമത്തെ ആയത്തിൽ നിന്ന് അതിലുള്ള 8 കലിമത്ത് എന്ന 8നെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 16. അതുമാത്രമല്ല 128-ാമത്തെ ആയത്തിൽ അക്ഷരങ്ങൾ 32. 32 എന്നത് 16ന്റെ ഗുണിതമാണ്. 2 × 16 32. ഈ സൂറയുടെ നമ്പർ 16, സൂറത്തുൻ നഹ്ൽ. ഇതിലും വലിയ അത്ഭുതമുണ്ട്.
ഈ ആയത്തും അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണവും. 128-ാമത്തെ ആയത്ത്, അതിൽ 32 അക്ഷരങ്ങൾ. ഇത് രണ്ടിനെയും ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 4096. 4096. ഈ 4096 എന്ന് പറഞ്ഞാൽ 16 × 16 × 16, അതാണ് 4096. 16-ാമത്തെ സൂറയിൽ ഇങ്ങനെ 16ന്റെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് യാദൃച്ഛികമാണോ? ഇത് 21-ാം നൂറ്റാണ്ടിനോട് അള്ളാഹു സംസാരിക്കുകയല്ലേ? നമ്മുടെ ഡിജിറ്റൽ ഭാഷയിൽ അള്ളാഹുവിൻ്റെ കലാമിൽ അത്ഭുതങ്ങൾ ഇരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. 68-ാമത്തെ ആയത്ത്, അതിലാണ് നഹ്ല്, തേനീച്ച എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നത്. ആ ആയത്ത് 13 വാക്കുകളാണ്. 13 വാക്കുകൾ. ആ 13 വാക്കുകൾ എന്ന 13 എന്ന അക്കത്തെ 68-ാമത്തെ ആയത്തുമായി ഒന്ന് ഗുണിച്ചാൽ 13 × 68 884. അതും ഈ സൂറയുമായി ബന്ധപ്പെട്ട ഒരു അക്കമാണ്, 884. ഇതിൻ്റെ വലിയൊരു അത്ഭുതം എന്തെന്ന് വെച്ചാൽ, സൂറത്തുൻ നഹ്ലിലെ നഹ്ല് എന്ന വാക്ക് 884-ാമത്തെ വാക്കാണ്. ഈ സൂറയുടെ തുടക്കം മുതൽ നഹ്ല്, ഈ തേനീച്ച എന്ന ഈ വാക്കിലേക്ക് എത്തുമ്പോൾ സൂറത്തുൻ നഹ്ലിൻ്റെ ആദ്യം മുതൽ 884-ാമത്തെ വാക്കാണ് അന്നഹൽ എന്ന വാക്ക്, തേനീച്ച. അതിനെക്കുറിച്ചാണ് സൂറ. സുബ്ഹാനല്ലാഹ്, ഇത് അത്ഭുതമല്ലയോ? 68-ാമത്തെ ആയത്ത്, അതിലാണ് അന്നഹൽ എന്നല്ലാഹു വഔഹാ റബ്ബുക ഇലൻ നഹൽ, തേനീച്ചക്ക് അല്ലാഹു വഹ്യ് കൊടുത്തു എന്ന് പറയുന്ന ആ ആയത്ത് 68-ാമത്തേതാണ്. ആ ആയത്ത് 68. ആയത്തിലെ വാക്കുകൾ 13. 68 × 13 884. സുബ്ഹാനല്ലാഹ്. ഖുർആനിൻ്റെ മുസ്ഹഫിൽ നിന്ന് മൊത്തം നമ്മൾ കണക്കാക്കി പോരുകയാണെങ്കിൽ 68-ാമത്തെ ആയത്തുകളായിട്ട് വന്ന ആയത്തുകൾ, 68-ലേറെ ആയത്തുകൾ വരുന്ന സൂറകൾ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയത് 13 സൂറകളാണ്. 13 സൂറകളിൽ 68 എന്നക്കം വരുന്ന ആയത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖുർആന്റെ അൽ-ബഖറ മുതൽ, അൽ-ബഖറ 286-ല്ലേ, 68-നേക്കാൾ കൂടുതൽ ആയത്തുകളുള്ള സൂറകൾ എടുത്തു നോക്കിയാൽ 13 സൂറകളിലൂടെ 68-ാമത്തെ ആയത്ത് എന്ന് പറയുന്ന ആയത്തുകൾ നമുക്ക് വിവിധ സൂറകളിൽ കാണാൻ കഴിയും. ഇനി ഈ 68-നെ 13 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതും 884. അതും 884. ഈ സൂറയുടെ 68-ാമത്തെ ആയത്തിന് അതിലുള്ള 13 വാക്കുകളുണ്ട് എന്ന 13മായി ഗുണിച്ചാൽ കിട്ടുന്നതും 884. കഴിഞ്ഞില്ല. സൂറകൾ 16-ാമത്തെ സൂറയാണിത്. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു സൂറയാണ് സൂറത്തുൻ നഹ്ല്. അതുവഴി വരാനുള്ള സൂറത്തുൽ കഹ്ഫ്. മഹാത്ഭുതമാണ് മുഅ്മിനെ, മഹാത്ഭുതമാണ്. ഇതിപ്പോൾ സാധാരണ നാട്ടിൽ വേള പറയുമ്പോൾ പറയാൻ പറ്റാത്ത വിഷയമായതുകൊണ്ടാണ് ഞാനിത് ചെന്നൈക്ക് എടുത്തത്. നാട്ടിൽ പ്രായമുള്ള ഉമ്മാരും വാപ്പോരൊക്കെ എന്താ ഈ ഉസ്താദി കണക്കും പറഞ്ഞ് നടക്കണം, ഞങ്ങൾക്ക് തിരിയണില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ കുറച്ചെങ്കിലും പൈസ എണ്ണുന്ന പരിപാടിയില്ലേ, കച്ചവടവും ബിസിനസ്സും സാലറി ഒക്കെ ആകുമ്പോഴേ ഒരല്പെങ്കിലും ഉൾക്കൊള്ളാൻ സാധ്യത കൂടുതൽ നിങ്ങൾക്കാണ്. ക്ഷീണം കൊണ്ടൊക്കെ പ്രയാസം ഉണ്ടായിരിക്കുമെങ്കിലും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സദസ്സാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവരങ്ങോട്ടോട്ട് വർത്തമാനം പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമുക്ക് ഒരു മിസ്സായി പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കും. ഈ ഈമാൻ വർദ്ധിക്കലാണ് നമ്മുടെ ആവശ്യം. ഈമാൻ നഷ്ടപ്പെടുന്ന കാലമാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വാക്കുകളല്ല എന്ന് തീർത്തും മുഹമ്മദ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ ഒരു മനുഷ്യനോ ഇത് ഉണ്ടാക്കാൻ കഴിയില്ല. എങ്ങനെ അത് ഉണ്ടാക്കുക? അക്കങ്ങളില്ലാതെ ആ ഖുർആൻ ഇറങ്ങിയത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ മഹാത്ഭുതങ്ങൾ ഇതിൽ കണ്ടെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. 16-ാമത്തെ സൂറയാണ് സൂറത്തുൻ നഹ്ൽ എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ 16-ാമത്തെ ആയത്ത് എന്ന് വരുന്ന 114 സൂറകളിൽ 16ഓ അതിലേറെയോ ആയത്തുകളുള്ള സൂറകൾ എടുത്താൽ 16-ാമത്തെ ആയത്ത് എന്ന് കാണുന്ന 16-ാമത്തെ ആയത്തുകൾ 85 16-ാമത്തെ ആയത്തുകൾ ഖുർആനിൽ കാണാൻ കഴിയും. അൽ-ബഖറയിൽ 16 ഉണ്ടാവും, ആല ഇമ്രാനിൽ 16 ഉണ്ടാവും, നിസായിൽ 16 ഉണ്ടാവും, അൽ മാഇദയിൽ 16 ഉണ്ടാവും. അങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖിൽ 16 ഉണ്ട്. നോക്കിയാൽ 85 16-ാമത്തെ ആയത്തുകൾ ഖുർആനിൽ കാണാൻ കഴിയും. ഇതിന്റെ മഹാത്ഭുതം എന്താന്ന് വെച്ചാൽ ഈ 16ഉം 85ഉം ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതും 884. അപ്പോ
തേനീച്ചയും 16 തമ്മിലുള്ള ബന്ധം മഹാത്ഭുതമാണ്. ഇത് 16ാമത്തെ സൂറയാണ്. 16 ക്രോമസോമുകളുള്ള സാധനമാണ് ആൺ തേനീച്ച. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ 16ാമത്തെ ആയത്തുകൾ എന്ന് വരുന്ന ആ ആയത്തുകളെ നമ്മൾ എത്ര സൂറകളിൽ വന്നു? 85 സൂറകളിൽ വന്നു അല്ലേ? ആ 16നെ 85 കൊണ്ട് ഗുണിക്കുകയും ഗുണിച്ചാൽ കിട്ടുന്നൊരു സംഖ്യ പ്ലസ് ഈ 85 ആയത്തുകളിൽ വന്ന വാക്കുകളുടെ എണ്ണം 884 പ്ലസ് 16ാമത്തെ സൂറയായ ഈ സൂറത്തുൻ നഹ്ലിന്റെ 16 പ്ലസ് ഈ സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു ഉപയോഗിച്ച വാക്കുകൾ 1844. ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചാൽ കിട്ടുന്ന ഒരു സംഖ്യയാണ് 4104. ഈ 4104 എന്നത് അൻ-നഹ്ൽ എന്ന വാക്ക്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൻ നഹ്ലിൽ നഹ്ൽ എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ച 68ാമത്തെ ആയത്തിലെ അക്ഷരങ്ങൾ മുഴുവൻ എടുത്താൽ കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ 4104 ആണ്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാവുന്ന കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ അത്ഭുതമാണ് ഖുർആനിൽ. ഇനി നമുക്ക് മനസ്സിലാവാതെ വരാൻ പോകുന്ന തലമുറക്ക് മനസ്സിലാകാൻ പോകുന്ന മഹാത്ഭുതങ്ങൾ എത്രയൊക്കെ ആയിരിക്കും. അക്കങ്ങളെ കൊണ്ട് അള്ളാഹു ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഒരു അക്ഷരം ഖുർആനിൽ നഷ്ടപ്പെട്ടു പോയാൽ ഈ ബാലൻസ് തെറ്റിപ്പോവും. ഒരു വാക്ക് ഏറെ വന്നാൽ റസ്മുൽ ഉസ്മാനി എഴുതുന്ന വ്യത്യാസമുണ്ട്. റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അർ റഹ്മാൻ നമ്മൾ അറബിയിൽ എഴുതുകയാണെങ്കിൽ റഹ്മാൻ മാ കഴിഞ്ഞിട്ട് അലിഫ് എഴുതും. പക്ഷെ ബിസ്മില്ല അലിഫില്ല. അലിഫ് ചെറുതായിട്ട് എഴുതുള്ളൂ, ഉച്ചരിക്കുള്ളൂ, അലിഫ് എഴുതൂല. ചെറുതായിട്ട് മേലെ മീം നേരെ നൂന എഴുതുക. നമ്മളാണെങ്കിൽ മീം അലിഫിട്ടിട്ടാണ് എഴുതുക അല്ലേ? പക്ഷെ ഖുർആനിന്റെ ഭാഷയിൽ റഹ്മാൻ റഹ്മൻ എന്ന് എഴുതുള്ളൂ. പക്ഷെ റഹ്മാൻ എന്നാണ് വായിക്കേണ്ടത്. ആ അക്ഷരങ്ങൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അത്ഭുതങ്ങളൊക്കെ അതിൽ കിടക്കുന്നത്. അതാണ്ട റസ്മുൽ ഉസ്മാനി എന്ന ആ എഴുത്ത് ഖുർആനിന്റെ ഒരു അത്ഭുതമാണ്. അത് അങ്ങനെ നിബിധങ്ങൾ പഠിപ്പിച്ച എഴുത്താണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയട്ടെ മറ്റൊരു മഹാത്ഭുതം. 119 ഈ നഹ്ലുമായി തേനീച്ചയുമായി ബന്ധപ്പെടുന്നത്. സൂറത്തുൻ നഹ്ലിൽ 16ന്റെ ഇരട്ടി 32, 48, 64, 80, 96, 112, 128 16ന്റെ മൾട്ടിപ്പിൾസ്. ഇത് മൊത്തത്തിൽ 8 ആയത്തുകളാണ് വന്നത്. കാരണം 128 ആയത്തുണ്ട്, 16 ഉണ്ട്, 128 വരെ കൂട്ട 16ഉം 32ഉം 48ഉം 64ഉം 80ഉം 96ഉം 112ഉം 128ഉം സൂറത്തുൻ നഹ്ലിലുണ്ട്. അപ്പൊ എത്ര എണ്ണായി? 8 ആയത്തുകളാണുള്ളത്. ഇതിൽ വലിയൊരു അത്ഭുതം, ഈ 8 ആയത്തുകളിൽ അള്ളാഹു ഉപയോഗിച്ചത് 119 വാക്കുകളാണ്. ഈ 119 എന്നത് അൻ-നഹ്ൽ എന്ന് പറയുന്ന ഈ 5 അക്ഷരങ്ങളുടെ ന്യൂമറിക്കൽ വാല്യൂ 119 ആണ്. അൻ-നഹ്ൽ അലിഫ് 1 ആണ്. അങ്ങനെ നോക്കിയാൽ അൻ-നഹ്ൽ 119 ആണ്. 1 പ്ലസ് 30 പ്ലസ് 50 പ്ലസ് 8 പ്ലസ് 30, ലാം 30 ആണ്. അലിഫ് 1, നൂൻ 50, ഹാ 8, പിന്നെ ലാം 30, 119. ഈ 119 ആണ് 16ന്റെ ഗുണിതങ്ങളായി വന്ന 8 ആയത്തുകളുടെ വാക്കുകൾ 119 ആണ്. അൻ-നഹ്ൽ എന്നതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 119 ആണ്. ഇത് യാദൃച്ഛികമാണെന്ന് പറയാൻ കഴിയുമോ? കഴിഞ്ഞില്ല. മുസ്ഹഫ് മൊത്തം എടുത്തു നോക്കുക, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ 16ാമത്തെ ആയത്ത് അല്ലെങ്കിൽ 16ന്റെ ഇരട്ടി 32, അതിൻ്റെ ഇരട്ടി 48, 16ന്റെ ഗുണിതങ്ങൾ 16, 32, 48, 64 അങ്ങനെ വരുന്ന 16ന്റെ ഗുണിതങ്ങളായി വരുന്ന ആയത്തുകൾ ഖുർആൻ മൊത്തം എടുത്തു നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ 128ാമത്തെ ഈ സൂറയിലെ 128ാമത്തെ ആയത്ത്, അവസാനത്തെ ആയത്ത് 128 16ന്റെ ഗുണിതമാണ്. 128ാമത്തെ ഈ ആയത്ത് വരെ ഖുർആനിന്റെ അവ്വല് മുതൽ നമ്മൾ കണക്കാക്കിയാൽ 16ന്റെ ഗുണിതങ്ങളായി വരുന്നത് 119 ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അക്കങ്ങളുമായി അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുക. ഇത് ഒരു നിരീശ്വരവാദിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇത് എണ്ണി നോക്കാൻ കഴിഞ്ഞ സംഭവമല്ലേ. ഈ വിഷയത്തിൽ
ഇത് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. ഇതിന് സമാനമായൊരു വിഷയങ്ങൾ ദുബൈയിൽ സൂറത്തുൽ മുദ്ദഥറിനെ കുറിച്ച് 19 ബന്ധപ്പെട്ട സൂറത്തുൽ മുദ്ദഥറിൻ്റെ ഒരു വിഷയം നമ്മുടെ ദുബൈ ഹോളി ഖുർആൻ അവാർഡിൻ്റെ ഒരു പ്രഭാഷണത്തിൽ കഴിഞ്ഞ റമളാനിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇതുപോലത്തെ ഒരു വിഷയം ഇപ്പോൾ ഇവിടെ ചെന്നൈയിലാണ്. അപ്പോൾ ഞാൻ രണ്ടാമത് പറയുന്നത്, ഇത് കുറച്ചുകൂടെ ഭാഗങ്ങളായിട്ട് ഇനിയും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് സമയമെടുക്കുന്നൊരു സംഗതിയാണിത്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു, സുജൂദിൽ വീണുപോകും മുഅ്മിനെ, സുജൂദിൽ വീണുപോകും. സൂറത്തു സജദയെക്കുറിച്ച് വരുന്നുണ്ട്. സജദ എന്ന് പറയുന്ന അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ട സൂറത്തിൻ്റെ ഒരു മഹാത്ഭുതം വരുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് നിലയുടെ അർത്ഥം സയൻസ് പഠിക്കുന്ന ആളുകൾക്ക് ഞാൻ ചോദിക്കട്ടെ, അയൺ Fe എന്ന് പറയാം. അയണിൻ്റെ ആറ്റമിക് വാല്യൂ എത്രയാണ്, അതിൻ്റെ ആറ്റമിക് മാസ് എത്രയാണ്? ഇത് രണ്ടും പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു സമ്മാനമുണ്ട്. പെട്ടെന്ന് 10 സെക്കൻഡിനുള്ളിൽ പറയണം, കൈപൊക്കണം ഉത്തരം അറിയുന്നവർ. അയണിൻ്റെ ആറ്റമിക് വാല്യൂ എത്രയാണ്, അതിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്, ഭാരം എത്രയാണ്, അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഉത്തരം അറിയുന്നവർ കൈപൊക്കുക. പറഞ്ഞോളൂ. 20, 23 and 56. ക്ലോസ്. അത്ര ശരിയായില്ല, എന്നാലും അടുത്തെത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ? 26 അറ്റോമിക് വാല്യൂ 26 അല്ലേ? അറ്റോമിക് മാസ് ഒന്ന് എണീറ്റ് പറഞ്ഞോളൂ. 52. ഒന്ന് ശരിയാണ്, ഒന്ന് ശരിയായില്ല. സമ്മാനം ഉണ്ട് കേട്ടോ, 500 രൂപ സമ്മാനേ. ഒരു 10 സെക്കൻഡ് കൂടെ. ഗൂഗിൾ നോക്കാൻ പാടില്ല. 3 ആറ്റോമിക് മാസ് ഉണ്ട്. അതിൻ്റെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന അതിൽ ഒന്ന് 57. മാഷാ അല്ലാഹ്. അതിൻ്റെ ഇതെത്ര ആറ്റോമിക് നമ്പർ എത്രയാണ്? 26. പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്. ചെന്നൈയിൽ തന്നെ ഈ വിഷയം പറയേണ്ടത്. നമ്മൾ ഇസ്ലാമിക് സെന്ററിന്റെ ഫൗണ്ടർ കൂടിയാണ്. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ. കെമിസ്ട്രി ടീച്ചറും കൂടി. അപ്പോൾ എന്തായാലും നമ്മൾ മുസ്ലിമീങ്ങളാണ് ഈ സയൻസും കെമിസ്ട്രി മാത്സും ഒക്കെ പഠിക്കേണ്ടത്. മുമ്പിനെ നമ്മൾ വേഗം MBA എടുക്കാൻ പോകും. അതിലെങ്ങനെ ഒരു കസ്റ്റമറെ പറ്റിക്കാൻ പറ്റുമെന്നാണ് മെയിനായിട്ട് പഠിക്കണത് അല്ലേ? ഒരു കാര്യം എങ്ങനെ ലൂറിംഗ് ആയിട്ട് അഡ്വർട്ടൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി ഒന്നുമല്ലല്ലോ നമ്മൾ പഠിക്കേണ്ടത്, മാർക്കറ്റിംഗാണ് പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് സയൻസാണ്. സുബ്ഹാനല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. സൂറത്തുൽ ഹദീദ് വിശുദ്ധ ഖുർആനിലെ അത്ഭുതമുള്ള സൂറയാണ്. 57ാമത്തെ സൂറയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദ്. അയൺ, ഇതിൽ സയൻസ് ഉണ്ട്. നമ്മൾ സയൻസ് ശാസ്ത്രീയമായ അത്ഭുതങ്ങൾ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ നമ്മൾ പറയുന്നില്ല, അത് വേറെയാണ്. അയൺ എന്നത് ഭൂമിയിലേക്ക് സ്പേസിൽ നിന്ന് വന്നു പതിച്ചതാണ് എന്ന, ഭൂമിയുടെ ഫോമേഷൻ നടക്കുന്ന കാലത്ത് മീറ്റിയേഴ്സ് വഴി ഭൂമിയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന, മേലെന്ന് വന്ന സാധനമാണ് ഇരുമ്പ്. ഭൂമിയുടെ രൂപീകരണത്തിൽ ഇരുമ്പില്ലായിരുന്നു, അത് പിന്നീട് വന്നു ചേർന്നതാണ്. ഇതിലേക്ക് സൂചിപ്പിക്കുന്ന ആയത്താണ് സൂറത്തുൽ ഹദീദിൽ വഅൻസൽനൽ ഹദീദ് ഫീഹി ബഅസുൻ ഷദീദ് വമനാഫിഉ ലിന്നാസ്. അല്ലാഹു തആല ഇരുമ്പിനെ ഇറക്കുകയാണ് ഉണ്ടായത്. ആകാശത്ത് നിന്ന് ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞ പ്രയോഗമാണ് വഅൻസൽനൽ ഹദീദ്. വി ഹാവ് സെന്റ് ഡൗൺ അയൺ. അയൺ നാം ഫ്രം അബവ്, ഭൂമിക്ക് മുകളിൽ നിന്ന്, ഉപരിതലത്തിൽ നിന്ന് ഭൂമിക്ക് ഇറക്കിയതാണ് എന്ന് പറഞ്ഞാൽ, ഭൂമി രൂപീകരിച്ചപ്പോൾ, ഭൂമി ഉണ്ടായപ്പോൾ, ബിഗ് ബാങ്ങിന്റെ സമയത്ത് ഭൂമിയിൽ ഇരുമ്പില്ലായിരുന്നു, പിന്നെ ഭൂമിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി വന്നതാണ്. അതാ പിന്നെ ഭൂമിയുടെ ഭാഗമായി മാറിയത്. ഇത് അള്ളാഹു സൂചിപ്പിച്ചൊരു വാക്കാണ് വഅൻസൽനൽ ഹദീദ്. ഇരുമ്പിനെ നാം ഇറക്കുകയാണ് ഉണ്ടായത്. ഇത് ലോഡിറക്കി എന്നല്ലേ പറയണത്. എവിടുന്ന ഇറക്കുക? ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിക്കൊണ്ടുവന്നതാ, ഫ്രം ദ സ്പേസ്. ആ അത്ഭുതം പറഞ്ഞ അത് നമ്മൾ സയൻസാണ്, അതുകൊണ്ട് സയൻസിലേക്ക് പോകുന്നില്ല. സയൻസ് പറയുമ്പോൾ പലരും പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. സയൻറ്റിസ്റ്റുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ കണക്കെടുക്കാൻ കഴിയും. ഇതാണ് 21ാം നൂറ്റാണ്ടിൻ്റെ ഭാഷ, ഡിജിറ്റൽ ഭാഷയാണ്. നമുക്കിതിലേക്ക് കടന്നു വരാം. 57ാമത്തെ സൂറയാണിത്, സൂറത്തുൽ ഹദീദ്. 57ാമത്തെ സൂറയാണ്. സൂറത്തുൽ ഹദീദിലെ അൽ ഹദീദ്, അലിഫ് ലാം ഹ ദ യ ദ, നേരത്തെ പറഞ്ഞ അക്ഷരങ്ങളുടെ വാല്യൂ വെച്ച് നോക്കിയാൽ അൽ ഹദീദ് എന്നത് 57ആണ് അതിൻ്റെ ഉത്തരം. 57ാമത്തെ സൂറ അൽ ഹദീദ്. അൽ ഹദീദിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 57. ഇനി അത്ഭുതം, ഈ അയണിൻ്റെ ഭാരം, അറ്റോമിക് വെയ്റ്റ് 57ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ട്, ആറ്റങ്ങളുടെ സംവിധാനം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ലോകല്ലേ. ഏത് മതവിശ്വാസികൾ കണ്ടെത്തിയാലും പ്രപഞ്ചത്തിലെ ഫാക്റ്റുകളാണ്. ഇതിനൊരു ആറ്റമിക് നമ്പർ ഉണ്ട്. ആറ്റമിക് നമ്പർ 26ആണ്.
ഹദീദ് അലിഫ് ലാം കൊണ്ട് ഒഴിവാക്കിയാൽ ഹദീദ് എന്ന 4 അക്ഷരങ്ങളുടെ ന്യൂമറിക്കൽ വാല്യൂ 26 ആണ്. ആ 26 ഇരുമ്പിന്റെ ആറ്റോമിക് നമ്പർ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു ഇരുമ്പിനെ കുറിച്ച് പറയാ, ഹദീദിന് ഇരുമ്പ് എന്നാ പറയാ, ഇരുമ്പിനാണ് ഹദീദ് എന്ന് പറയാ. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 26. അതാണ് അയണിന്റെ ആറ്റോമിക് നമ്പർ. സുബ്ഹാനല്ലാഹ്. അൽ ഹദീദ്, ദ അയൺ എന്ന് പറയാ. ആ 6 അക്ഷരങ്ങളുടെ ആറ്റോമിക് വാല്യൂ 57. അതാണ് ഇരുമ്പിന്റെ ഭാരം, സയൻസ് കൊടുക്കുന്നതിന്റെ ആറ്റോമിക് വെയ്റ്റ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയും മുഅ്മിനെ. സുബ്ഹാനല്ലാഹ്. ഇത് വലൗ ഖാന മിൻ ഇൻദ ഗൈരില്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെതല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഖുർആനിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇത് അല്ലാഹുവിൻ്റെതാണ്. എത്ര തവണയാ പടച്ച തമ്പുരാൻ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. ഇനി അത് മാത്രമല്ല, സൂറത്തുൽ ഹദീദിൽ 29 ആയത്തുകളാണുള്ളത്. 29 ആയത്തുകളാണ് സൂറത്തുൽ ഹദീദിൽ. ഇത് എത്രാമത്തെ സൂറത്താന്നാ പറഞ്ഞത്? 57ാമത്തെ സൂറത്ത്. അപ്പൊ 29 ആയത്ത്, 57ാമത്തെ സൂറ. 29 × 57 എത്ര കിട്ടുക? 1653. 1653. ആ നമ്പർ മറക്കല്ലേ. 1653. ഈ സൂറയുടെ നമ്പർ 57, സൂറയുടെ ആയത്ത് 29. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1653. ഇനി നോക്കുക, വിശുദ്ധ ഖുർആനിന്റെ തുടക്കം മുതൽ 1ാമത്തെ സൂറ സൂറത്തുൽ ഫാത്തിഹ, അവിടെ മുതൽ 57ാമത്തെ സൂറയായ സൂറത്തുൽ ഹദീദ് വരെ നമ്മൾ കൂട്ടി നോക്കുക. 1 + 2 + 3 + 4 + 5 6 7 അങ്ങനെ വന്ന് 56 + 57 എന്ന് കൂട്ടി നോക്കിയാൽ കിട്ടുന്ന ഉത്തരം ആർക്കെങ്കിലും അറിയോ? 1653 തന്നെ. ഈ സൂറയുടെ അക്കവും സൂറയുടെ ആയത്തിന്റെ അക്കവും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഖുർആനിന്റെ ആദ്യം മുതൽ ഈ സൂറ വരെയുള്ള ഓരോ സൂറയുടെയും അക്കങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ 1653. ഇത് യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ 114 സൂറകളല്ലേ ഉള്ളത്. ഈ 114 സൂറകളിൽ ഓരോ സൂറകളിലും എത്ര ആയത്തുകളുണ്ട്? ഇപ്പോൾ 1 സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകൾ. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ എന്ന 1ഉം 7ഉം. ഇനി സൂറത്തുൽ ബഖറ 2 + 286 3, പിന്നെ അതിൽ ആയത്തുകൾ. അങ്ങനെ 57ാമത്തെ സൂറ വരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ അങ്ങ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസ് വരെയുള്ള എല്ലാ സൂറകളുടെ എണ്ണവും അതിലെ ആയത്തിന്റെ എണ്ണവും എടുത്തതിൻ്റെ മൊത്തം സംഖ്യ നമ്മൾ കണക്കാക്കിയാൽ സൂറത്തുൽ ഹദീദാണ്. എന്നിട്ട് നമ്മൾ നോക്കുക, അതിൽ ഏറ്റവും കൂടുതൽ ആയത്തുള്ള സൂറത്തുൽ ബഖറ മുതൽ അതിൻ്റെ താഴെ വരുന്ന സംഖ്യ, അതിന് താഴെ വരുന്നത്, ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ 57ാമത്തെ സ്ഥാനത്ത് വരുന്നത് ഈ സൂറത്തുൽ ഹദീദായിരിക്കും എന്നാണ്. താഴെന്ന് മേലോട്ട് നോക്കിയാലും മേലൊന്ന് താഴേക്ക് നോക്കിയാലും 57. കാരണം 114ന്റെ പകുതിയാണിത്. ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗം ഇരുമ്പാണെന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ മധ്യമമായ സൂറയും സൂറത്തുൽ ഹദീദാണ്. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ഇത് അല്ലാഹുവിൻ്റെ വചനമാണെന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കാൻ ഇതിലപ്പുറം എന്തു വേണം? സൂറത്തു നൂഹ്, അതിലേറെ അത്ഭുതമുള്ള ഒരു സൂറയാണ് സൂറത്തു നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം എന്ന പേരിലുള്ള ഈ സൂറ 28 ആയത്തുകളാണുള്ളത്. 28 ആയത്തുകൾ. 28 ആയത്ത് സൂറത്തു നൂഹിൽ. നൂഹ് എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. 2 വാക്കുകൾ ചേർത്ത് വെച്ച് വരും. എങ്ങനെ? ഖൗമു നൂഹ്, ഇംറഅത്തു നൂഹ്, നൂഹ് നബിയുടെ സമുദായം, നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബിന്റെ മക്കള്. അങ്ങനെയൊന്നുമല്ലാതെ നൂഹ് എന്ന് മാത്രം അള്ളാഹു ഉപയോഗിച്ച യാ നൂഹ്, നൂഹ് നബിയെ, ഖാല നൂഹുൻ, നൂഹ് നബി പറഞ്ഞു. അങ്ങനെ എത്ര തവണ നൂഹ് എന്ന് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയോ? 28 തവണ. 28ാമത്തെ സൂറയാണ് സൂറത്തു നൂഹ്. ഇത് യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റുമോ? 1-2 യാദൃശ്ചികമെന്ന് പറയാം. ഇത് യാദൃശ്ചികമാണോ? 28 തവണയെ അള്ളാഹു നൂഹ് എന്ന് ഒന്നിനെയും ചേർത്തി പറയാതെ നൂഹ് നബിയുടെ നാമം മാത്രമായി പറഞ്ഞത്. സൂറത്തു നൂഹ് ആണെങ്കിലോ 28ാമത്തെ ചാപ്റ്ററുമാണ്, സൂറയുമാണ് വിശുദ്ധ ഖുർആനിലെ. ഇനി സൂറത്തു നൂഹിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേര് വന്നത് 3 തവണ. നൂഹ് നബിന്റെ പേരുള്ള സൂറയാണ്. അതിൽ എത്ര തവണ നൂഹ് എന്ന് വന്നു? 3 തവണ. 3 തവണ അല്ലാഹു തആല നൂഹ് എന്ന് പറഞ്ഞിട്ടുള്ളൂ സൂറത്തു നൂഹിൽ. സൂറത്തു നൂഹിൽ നൂഹ് എന്ന വാക്കിന്റെ ന്യൂമറിക് വാല്യൂ 64 ആണ്.
നൂനും വാവും ഹാവും കൂട്ടിയാൽ 64 3 തവണയാ സൂറത്ത് നൂഹിൽ നൂഹ് നബിയെ പറഞ്ഞത്. അപ്പൊ 64 × 3 എത്രയാ കിട്ടുക? പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഉത്തരം 192, 192. അതാരും പറഞ്ഞോ? ഉത്തരം പറയുന്നവരൊന്ന് കൈപൊക്കി പറഞ്ഞാൽ സമ്മാനം ഉണ്ടാവേ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാം. 192 കിട്ടും. എങ്ങനെ? നൂഹ് നബിയുടെ പേര് സൂറത്തു നൂഹിൽ 3 തവണ. നൂഹ് എന്ന വാക്കിന്റെ ന്യൂമറിക്കൽ വാല്യൂ 64. അപ്പൊ 64 × 3 192. ഈ 192 എന്ന് പറയുന്നത് സൂറത്തു നൂഹിൽ നൂഹ് നബിയെ പറ്റി പറഞ്ഞ മൂന്നാമത്തെ അവസാനത്തെ നൂഹ് എന്ന വാക്ക് സൂറത്തു നൂഹിലെ 192ാമത്തെ വാക്കാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തു നൂഹിലെ അവസാനമായി അള്ളാഹു പറയുന്ന 3 തവണ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ നൂഹ് എന്ന വാക്ക് വരുന്നത് സൂറത്തു നൂഹിലെ 192ാമത്തെ വാക്കാണ്. ആ സൂറയിലെ സൂറത്തു നൂഹ് 3 തവണ. നൂഹ് എന്നതിൽ ന്യൂമറിക് വാല്യൂ 64. ഇത് രണ്ടും ഗുണിച്ചാൽ കിട്ടുന്നതും 192. കഴിഞ്ഞിട്ടില്ല. സൂറത്തു നൂഹ് വിശുദ്ധ ഖുർആനിലെ 28 ആയത്തുകളുള്ള സൂറയാണ്. 71ാമത്തെ സൂറയാണ്. 28ാമത്തെ സൂറയല്ല, 28 ആയത്തുകളുള്ള സൂറ. എത്രാമത്തെ സൂറയാണ്? 71ാമത്തെ സൂറയാണ്. ഈ 71ൽ നിന്ന് എത്ര ആയത്തെ സൂറയിലുള്ളത്? 28 അല്ലേ? 71ൽ നിന്ന് 28 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? പെട്ടെന്ന് ഇതിനൊന്നും സമ്മാനം തരാൻ പറ്റില്ല. പെട്ടെന്ന് പറയാം. 43. അങ്ങനെ നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ നൂഹ് എന്ന വാക്ക് ചേർത്ത് പറഞ്ഞിട്ടും ഒറ്റക്കായിട്ടും അള്ളാഹു ഉപയോഗിച്ചത് 43 തവണയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റുമോ? സൂറത്തു നൂഹ് 71ാമത്തെ സൂറയാണ്. അതിൽ 28 ആയത്തുകളാണുള്ളത്. 71ൽ നിന്ന് 28നെ മൈനസ് ചെയ്താൽ 43. ഖുർആനിലുടനീളം നൂഹ് നബിയുടെ പേര് പറഞ്ഞതും 43 തവണയാണ്. ഇത് അള്ളാഹുവിന്റെ വചനമല്ലാതെ മനുഷ്യനെ കൊണ്ടതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സൂറത്തു നൂഹ് അവസാനമായി നൂഹ് നബിയുടെ പേര് പറഞ്ഞ സൂറത്തു നൂഹാണ്. അതിനുശേഷം ഒരു സൂറയിലും നൂഹ് നബിയുടെ പേര് പറഞ്ഞിട്ടില്ല. 43 നേരത്തെ പറഞ്ഞ ആ സംഖ്യ മറക്കല്ലേ. നൂഹ് നബിയുടെ പേര് പറഞ്ഞ അവസാനത്തെ സൂറയാണ് സൂറത്തു നൂഹ്. അതിന്റെ അർത്ഥം സൂറത്തു നൂഹ് എത്രാമത്തെ സൂറയാണ്? 71ാമത്തെ സൂറയാണ്. അതിന്റെ അർത്ഥം സൂറത്തു നൂഹ് കഴിഞ്ഞാൽ 114ലേക്ക് ഇനി എത്ര സൂറ വേണം? 43 സൂറ വേണം. അപ്പോഴല്ലേ 114 ആവുള്ളൂ. സൂറത്തു നൂഹ് കഴിഞ്ഞാൽ 43 സൂറകൾ വേറെയുണ്ട് നൂഹ് നബിയുടെ പേര് പറയാത്തത്. 43 തവണയാണ് നൂഹ് നബിയുടെ പേര് അള്ളാഹു മൊത്തത്തിൽ ഖുർആനിൽ പറഞ്ഞത്. നൂഹ് നബി എന്ന് മാത്രം പറഞ്ഞത് 28. ആ 28 ആയത്തുകളാണ് ഈ സൂറയിലുള്ളത്. ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് പറയാൻ കഴിയുമോ? സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് തമ്പുരാനെ. അതുമാത്രമല്ല, സൂറത്തു നൂഹ് 71ാമത്തെ സൂറ. ഖുർആനിൽ 114 സൂറകൾ. 114ൽ നിന്ന് 71നെ നമ്മൾ മൈനസ് ചെയ്താൽ കിട്ടുന്നത് 43. ആ 43 അവിടെ തന്നെ വെക്കണം. അതിന്റെ അർത്ഥം സൂറത്തു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേര് വന്ന സൂറകൾ വിശുദ്ധ ഖുർആനിൽ 28 സൂറകളാണ്. 43 സൂറകൾ സൂറത്തു നൂഹിന്റെ മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേര് പറയാതെ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. 71 സൂറകളിൽ അള്ളാഹു നൂഹ് നബിന്റെ പേര് പറഞ്ഞ് 28 സൂറകളാണ്. അതിൻ്റെ അർത്ഥം 43 സൂറകൾ സൂറത്തു നൂഹിന്റെ മുമ്പിൽ അള്ളാഹു പേര് പറയാത്തതായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. 43 സൂറകൾ 43 തവണയാണ് അള്ളാഹു നൂഹ് നബിയുടെ പേര് പറഞ്ഞത്. നൂഹ് നബിയുടെ അവസാനത്തെ പരാമർശം കഴിഞ്ഞ് അവസാനം വരേക്കും 43 സൂറകളാണുള്ളത്. ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് പറയാൻ കഴിയുമോ? നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചത് എത്ര കാലം? എത്ര വർഷം? 950 വർഷം. 950 വർഷം നൂഹ് നബി പ്രബോധനം ചെയ്തു എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് നുബുവത്ത് 300-ാമത്തെ വയസ്സിലോ 400-ാമത്തെ വയസ്സിലോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രബോധനത്തിന്റെ കാലം കഴിഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ അറാറത്ത് പർവ്വതത്തിൽ നങ്കൂരമിട്ടതിന്റെ ശേഷവും വർഷങ്ങളോളം മഹാനായ പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. മെസപ്പൊട്ടോമിയക്കാരനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. ഇറാഖുകാരനാണ്. ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലുള്ള പ്രദേശത്തിനെയാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയാം. ദ ലാൻഡ് ബിറ്റ്വീൻ 2 rivers. അവിടെ വന്ന നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഇറാഖുകാരനാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന കാലഘട്ടം എത്ര? 950. വലിയ അത്ഭുതം എന്താണെന്നറിയോ? സൂറത്തു നൂഹ് 28 ആയത്തുള്ള ഈ സൂറത്ത് നൂഹ് നബിയെ കുറിച്ച് പറയാൻ
ഈ സൂറയിൽ മൊത്തം എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് നോക്കിയാൽ 953. 950 വർഷം എന്ന് അള്ളാഹു പറഞ്ഞു. ഒരുപക്ഷെ അത് 953 ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹു തആല അവന്റെ ഹിക്മത്ത് കൊണ്ട് നമുക്ക് 950 എന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ ഒരു സൂചന, 953 എന്ന അക്ഷരങ്ങളുടെ എണ്ണം 953 ഇവിടെ മറ്റൊരു സംഭവമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള നൂഹ് നബിന്റെ പേര് നൂഹ് അലൈഹിസ്സലാം. ആ വാക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഫുടമായി കേൾക്കേണ്ടത് ആണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേര് 3 തവണ അള്ളാഹു ഈ സൂറയിൽ പറഞ്ഞത്. എത്ര തവണ? 3 തവണ. മൊത്തത്തിൽ 43 സ്ഥലങ്ങളിൽ. നൂഹ് നബിയുടെ പേര് ഒറ്റക്ക് പറഞ്ഞത് 28 സ്ഥലം. അത്രയാണ് ഈ സൂറയുടെ ആയത്തിന്റെ എണ്ണം. ഇനി പറയുന്നത് എന്ന അക്ഷരം സൂറത്തു നൂഹിൽ 3 തവണ അള്ളാഹു നൂഹ് നബിയുടെ ആ എന്ന അക്ഷരം ഈ സൂറയിൽ 3 തവണയെ വന്നിട്ടുള്ളൂ എന്നതാണ്. സുബ്ഹാനക യാ റബ്ബ്, അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു തമ്പു. നൂഹ് നബിയെ കുറിച്ച് വന്ന ആ 3 പേരുകളിലല്ലാതെ എന്ന അക്ഷരം പോലും അള്ളാഹു 3 തവണയാണ് കൊണ്ടുവന്നത്. 3 തവണ നൂഹ് നബിന്റെ പേരും പറഞ്ഞു. ഇങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയാണ് അള്ളാഹുവിന്റെ കലാം. സൂറത്തു സജ്ദ നമ്മളൊക്കെ രാത്രി ഓതുന്ന സൂറയാണ്, ഓതേണ്ട സൂറയാണ്. സൂറത്തു സജ്ദ വിശുദ്ധ ഖുർആനിലെ 32ാമത്തെ സൂറയാണ്. 32ാമത്തെ സൂറയാണ്. 32ാമത്തെ സൂറ വിശുദ്ധ ഖുർആൻ സജ്ദ എന്ന് പേര് വെച്ചു. അള്ളാഹുവിന് സുജൂദ് ചെയ്യും. അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങൾ കേൾക്കുന്ന ആളുകൾ ഖറു സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട വിഷയമാണ്. ഇന്നമാ യുഅ്മിനു ബിആയാതിനാ അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറു സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഇന്നമാ യുഅ്മിനു ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ ആരെന്നറിയുമോ? അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ, എൻ്റെ വചനങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ ഖറൂ സുജ്ജദ, അവർ സുജൂദിൽ വീണുപോകുന്നവരാണ്. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, അവർ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നവരാണ്. വഹും ലാ യസ്തക്ബിറൂൻ, അവരാരും അഹങ്കരിക്കുന്നവരല്ല. ഇതൊക്കെ എനിക്കും പറ്റുമല്ലോ, അങ്ങനെയൊന്നും അവർ ചിന്തിക്കൂല. അല്ലാഹുവേ ഇത് മനുഷ്യ കഴിവിന് അതീതമാണ്. അല്ലാഹുവേ, അവർ സുജൂദിൽ വീഴും. ഇത് പറഞ്ഞതുകൊണ്ടാണ് ഈ സൂറത്തിന് സജദ എന്ന് പേര് വരാൻ കാരണം. ഈ ആയത്തോതുമ്പോ തിലാവത്തിന്റെ സുജൂദുണ്ട്, സജദത്തു തിലാവ. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ സുജൂദിന്റെ ഈ തിലാവത്തിന്റെ സുജൂദുണ്ടെന്നറിയോ? ഉത്തരം ഇന്ന് കൈപൊക്കിയാട്ടെ. എത്ര സ്ഥലങ്ങളിൽ കൈപൊക്കണം? എത്ര? ആ എണീറ്റ ആള് 14. ക്ലോസ്, വളരെ അടുത്താണ്. എന്നാൽ അവിടെ ഒരു പ്രബലമായ ബാക്കിൽ കൈവച്ച് എത്രയാണ്? 15 ആണോ? വെരി 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 സമ്മാനമുണ്ട്. മാഷാ അല്ലാ, വെരി 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 മാഷാ അല്ലാ. ധൈര്യമായിട്ട് വന്നോളൂ. അൽഹംദുലില്ലാ. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം, വിശുദ്ധ ഖുർആനിൽ 15 ഇടങ്ങളിൽ തിലാവത്തിന്റെ സുജൂദുണ്ട് എന്നാണ് പ്രബലപക്ഷം. 15 സ്ഥലങ്ങളിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പേര് പരപ്പനങ്ങാടി അബ്ദുറഹ്മാൻ സാഹിബാണ്. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ. 15 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. 15 സ്ഥലങ്ങളിൽ. ഉത്തരം പറയുന്നത് കൈ പൊക്കിയിട്ട് പറയണേ, അതാണ് നമ്മളെ പോളിസി. എപ്പോഴേ അറിയുള്ളൂ ആരാ ഉത്തരം പറയണമെന്ന്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഉത്തരം ഞാൻ പറഞ്ഞല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൈ പൊക്കണം. അപ്പോഴേ ആരാ പറഞ്ഞതെന്ന് അറിയുള്ളേ. ആദ്യം കൈ പൊക്കുന്നവർക്കാണ് സെലക്ഷൻ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവരൊക്കെ വേണമെങ്കിൽ മുമ്പോട്ട് വന്നിരുന്നോളി. 500 കൊടുക്കണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. തീർത്തും അഹങ്കരിക്കാതെ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ സുജൂദിൽ വീണുപോകുന്ന ആളുകൾ അവരാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഉപകാരപ്പെടുന്നത്. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ പെടുത്തി തരട്ടെ. പിന്നെ ഇതൊന്നും പറയാനോ ഇതൊന്നും ചിന്തിക്കാനോ അറിയാത്ത, അല്ലെങ്കിൽ കേൾക്കാൻ സൗഭാഗ്യമില്ലാത്ത, അള്ളാഹുവിൻ്റെ കലാം എന്താണെന്ന് തിരിയാത്ത, എപ്പോഴും ഒരു ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹുവിനപ്പുറം ഓതി പരിചയമില്ലാത്ത എത്ര ആളുകൾ ലോകത്തുണ്ട്.
നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടായത് അള്ളാഹു ചെയ്ത വലിയ സൗഭാഗ്യമല്ലേ? അള്ളാഹു ഇത് ഖബൂലാക്കി തരട്ടെ, അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. സൂറത്തു സജദ ഖുർആനിലെ 32ാമത്തെ സൂറയാണ്. 15 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. അള്ളാഹു 15ാമത്തെ ആയത്താണ് ഈ സജദയുടെ ആയത്തായി ഈ സൂറയിൽ കൊണ്ടുവന്നത്. 15ാമത്തെ ആയത്ത്. അപ്പോൾ 15 സ്ഥലങ്ങളിൽ സുജൂദ്. ഇതാണ് ഇത് ഈ ആയത്തിൽ സൂറയുടെ പേര് സജദ. ഇതിന് ശേഷമുണ്ട് സൂറത്തുൽ അലഖിൽ സജദ ഉണ്ട്, ഫസ്ജുദ് വഖ്തരിബ് വസ്ജുദ് വഖ്തരിബ്, അവിടെ സുജൂദുണ്ട്. പക്ഷേ സൂറത്തു സജദയിൽ സുജൂദ് എന്ന് പറയുന്ന സൂറയിൽ 15ാമത്തെ ആയത്താണ് സുജൂദ് ചെയ്യുന്ന ആയത്തായിട്ട് അല്ലാഹു തആല കൊണ്ടുവന്നത്. അതിലും വലിയൊരു അത്ഭുതം, ഈ ആയത്തിൽ 15 വാക്കുകളാണ്. ഒന്ന് എണ്ണി നോക്കൂ. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറു സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. 15 വാക്കുകളാണ്. 15ാമത്തെ ആയത്താണ്. 15 സുജൂദിൻ്റെ ആയത്തുകളാണ് ഖുർആനിലുള്ളത്. ഇത് സജദയിലെ 15ാമത്തെ ആയത്തും. ഇത് യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കണക്കിൻ്റെ അത്ഭുതം അള്ളാഹിൻ്റെ കലാമിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ പ്രൂവ്ഡ് ആണ്. ഇതൊക്കെ ആർക്കും തെളിയിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. നിങ്ങളൊന്ന് മുസാഹിബ് ഇരുന്നിട്ട് കാൽക്കുലേറ്റർ വെച്ച് നോക്കി, ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം, തിരുത്തി തരണം. ഇതിലെന്തെങ്കിലും തെറ്റുപറ്റി എൻ്റെ തെറ്റാണ് കേട്ടോ. ഇതിൽ വല്ല ശരിയുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. സൂറത്തു സജദ 30 ആയത്തുകളാണ്. 30 ആയത്തുകളാണ്. ഈ 30 ആയത്തുകളിൽ സജദയുടെ ആയത്ത് വന്നത് നേർ പകുതി 15ാമത്തെ ആയത്ത്. അതായത് 30/2, അതല്ലേ 15. അങ്ങനെ വരികയാണെങ്കിൽ സുജ്ജദൻ എന്ന് പറയുന്ന വാക്ക്, ഖറു സുജ്ജദൻ, അവര് സുജൂദിൽ വീഴുന്നവരാണ് എന്ന വാക്ക്, ആ വാക്കിനെ 2 കൊണ്ട് ഗുണിച്ചാൽ, കാരണം അത് പകുതിയിലാണ് വന്നത്, പകുതിയെ കണക്കാക്കുന്നത് 1/2 അല്ലേ, അപ്പൊ 2 കൊണ്ട് സുജ്ജദൻ എന്ന വാക്ക് 186ാമത്തെ വചനമാണ്. 186ാമത്തെ വാക്കാണ് ഈ സൂറയിൽ. സൂറത്തു സജദയുടെ അലിഫ് ലാം മീം മുതൽ തുടങ്ങിയാൽ 186ാമത്തെ വാക്കാണ് സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരാണ്. ആ സുജ്ജദൻ എന്നത് വരെ 186 പകുതിയിലാണ്. 30 ആയത്തേ ഉള്ളൂ. 15ാമത്തെ ആയത്താണിത്. അതിലെ സജദയുടെ ഭാഗം വരുന്ന അർത്ഥം ധ്വനിപ്പിക്കുന്ന വാക്ക് സുജ്ജദൻ എന്ന വാക്കാണ്. 186ാമത്തെ വാക്ക്. അതിന് 2 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ കിട്ടുന്നത് എത്രയാണ്? 372. ഈ 372 സൂറത്തു സജദയിലെ മൊത്തം വാക്കുകളുടെ എണ്ണം 372. ഇത് യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ യാദൃച്ഛികം എന്ന് പറയാൻ പറ്റുമോ? ഈ ഖുർആനെ കുറിച്ചാണോ മുൻഷിമാരിറങ്ങിയിട്ട് തെറ്റാണ്, ഇത് വാറോലയാണ് എന്ന് പറയുന്നത്? അവർക്കുണ്ടാക്കാൻ പറ്റുമോ ഇത്? ഇന്ന അഅ്തൈനാക്കൽ കൗസർ 3 ആയത്താ, ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ ഖുർആന്റെ വാക്കുകൾ വളരെ അത്ഭുതമാണ്. കണ്ട വളരെ സിമ്പിളാണ്. പക്ഷെ അത്ര ഒഴുക്കിൽ ഒരാശയം ഖുർആനിന്റെ ഭാഷയിൽ കൊണ്ടുവരാൻ കഴിയില്ല. അത് നബി തങ്ങൾ അന്ന് വെല്ലുവിളിച്ചു, ഇന്നും ഖുർആൻ വെല്ലുവിളിക്കാൻ പറ്റുന്നവർ കൊണ്ടുവന്നോട്ടെ. ലോക പണ്ഡിതന്മാരിന്ന് വിലയിരുത്തട്ടെ. ഖുർആനിന്റെ വചനങ്ങളും മനുഷ്യൻ കൊണ്ടുവരുന്ന എത്ര നല്ല കവിതകളുണ്ട് അറബിയിൽ. പക്ഷെ ഖുർആനിന്റെ വാക്കുകളുമായി തട്ടിച്ചു നോക്കാൻ കഴിയില്ല. ഈ അത്ഭുതങ്ങൾ കിടക്കുകയാണതിൽ. സൂറത്തുൽ ഹജ്ജിലേക്ക് വരുന്ന 22ാമത്തെ സൂറ സൂറത്തുൽ ഹജ്ജ്. അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. ഈമാൻ പൂർത്തിയാവുന്ന ഹജ്ജിലൂടെയാണ്, അല്ലെ ഇസ്ലാം പൂർത്തിയാവുന്നത്. ഹജ്ജ് ചെയ്യാൻ കഴിയുന്നവർ ഹജ്ജ് ചെയ്യണം. അത് ചെയ്യാതെ മരിച്ചുപോയാൽ അവർ ക്രിസ്ത്യാനിയായോ ജൂതനായോ ആണ് മരിച്ചു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിയ്യത്ത് ചെയ്തു വെക്കുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ നിയ്യത്തിന് അള്ളാഹു കൂലി തരും. പക്ഷെ നിയ്യത്ത് ചെയ്യണം. എനിക്ക് അള്ളാഹു കഴിവന്നു, ഞാനിതാ വരുന്ന വർഷം ഹജ്ജിന് പോവുകയാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. സൂറത്തുൽ ഹജ്ജ്, അള്ളാഹു തആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സൂറ. സുബ്ഹാനല്ലാഹ്. ഹജ്ജ് എന്ന വാക്ക് അള്ളാഹു തആല ഖുർആനിൽ കൊണ്ടുവന്ന എത്ര തവണയെന്നറിയോ? 9 തവണയാണ് ഹജ്ജ് എന്ന് അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചത്. 9 തവണയാണ്. ആ 9ാമത്തെ വാക്ക്, അവസാനത്തെ വാക്ക് കൊണ്ടുവന്ന സൂറത്തുൽ ഹജ്ജിലാണ്. സൂറത്തുൽ ഹജ്ജിന് ശേഷം ഹജ്ജ് എന്ന വാക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. താഴേക്ക് നോക്കിയാൽ സൂറത്തുൽ ഹജ്ജിലാണ് അവസാനത്തെ ഹജ്ജ് എന്ന വാക്ക്. 9 തവണയാണ് അള്ളാഹു ഹജ്ജ് എന്ന വാക്ക് കൊണ്ടുവന്നത്. അത് 27ാമത്തെ ആയത്തിലാണ്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയാ, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിർ وعلى كل ضامر يأتين من كل فج عميق. ഇബ്രാഹിം നബിയെ ജനങ്ങളോട് വിളിച്ചു പറയണം,
ഹജ്ജിന് വരാൻ വേണ്ടി പറയണം. അവർ നടന്നു വരും, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരും, ഇടുങ്ങിയ വഴികളിലൂടെ കടന്നു വരും. നിങ്ങൾ വിളിച്ചു പറയണേ ഇബ്രാഹിം നബിയേ, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്. അതിന്റെ മുമ്പ് 8 തവണ ഹജ്ജ് എന്ന് അല്ലാഹു വിവിധ സൂറകളിൽ പറഞ്ഞു. 9ാമത്തതും അവസാനത്തതും ഈ സൂറയിലാണ്. ആ വാക്ക് വന്നത് സൂറത്തുൽ ഹജ്ജിലെ 27ാമത്തെ ആയത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിൽ 14 വാക്കുകളാണുള്ളത്. ഈ 14നെ 27ാമത്തെ ആയത്തിലല്ലേ ഈ ഹജ്ജിന് വന്നത്. 27 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എത്രയാണ്? പെട്ടെന്ന് കൈപൊക്കിയ ഇല്ല, കൈപൊക്കിയിട്ട് പറയണം. അപ്പോഴേ ആരെ പറയുന്ന അറിയുള്ളൂ. 378. ആരും 68 എന്ന് പറഞ്ഞു? അൽഹംദുലില്ലാ. ഉത്തരം പറഞ്ഞോ? 78 പറഞ്ഞോ? മുനീറാജി പറഞ്ഞു 28. വളരെ സത്യസന്ധനാണ്. 500 രൂപയ്ക്കൊന്നും ആഗ്രഹമില്ല. മുനീറാജി ഉള്ളതുപോലെ പറഞ്ഞാൽ 28 പറഞ്ഞത്. 378 ഉത്തരം. സുബ്ഹാനല്ലാഹ്, 378. 14 വാക്കുകളുണ്ട് 27ാമത്തെ ആയത്തിൽ. സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജ് എന്ന അവസാനം പറഞ്ഞ ഇടം 27ാമത്തെ ആയത്താണ്. അതിൽ 14 വാക്കുകളാണ്. 14ഉം 27ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 378. കണക്കൊക്കെ റെഡിയാക്കി നിന്നോളൂ. 378 എന്ന അക്കം മറക്കാണ്ടിരിക്കുക. ഇതിൽ വലിയൊരു അത്ഭുതം ഉള്ളത്, 27ാമത്തെ ആയത്തല്ലേ. 1 + 2 + 3 + 4 + 5 + 6 അങ്ങനെ 26 + 27 എന്ന് കൂട്ടിയാൽ 27ാമത്തെ ആയത്തിലാണിത്. എന്ന് കൂട്ടിയാൽ കിട്ടുന്ന ആകത്തുക 378. ഈ പറഞ്ഞ 378. 27ാമത്തെ ആയത്തിലാണിത് പറയുന്നത്. അത് മൊത്തം കൂട്ടി നോക്കിയാൽ കിട്ടുന്നതും 378. വിശുദ്ധ ഖുർആൻ 9 തവണയാണ് ഹജ്ജ് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അൽ ഹജ്ജ് എന്ന വാക്കിന്റെ ന്യൂമറിക് വാല്യൂ 42 ആണ്. അലിഫ് ലാം ഹ ജ, അതിന്റെ ന്യൂമറിക് വാല്യൂ 42 ആണ്. ഈ 42നെ 9 തവണയിൽ അല്ലാഹു പറഞ്ഞത്. 9 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ കിട്ടുന്നതും 378 ആണ്. ഇത് യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം കൂടെ യാദൃശ്ചികമാകുമോ? സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹു, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് തമ്പുരാനെ. സൂറത്തുൽ ഹജ്ജിലേക്ക് മടങ്ങിയാൽ അല്ലാഹു ഹജ്ജിനെ കുറിച്ചും ഹജ്ജിന്റെ കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുന്നത് 26ാമത്തെ ആയത്ത് മുതലാണ്. 37 അവസാനിക്കുന്നു ഹജ്ജിന്റെ കർമ്മങ്ങളെക്കുറിച്ചുള്ള പരാമർശം. 26 മുതൽ 37 വരെ. ആ 26 + 27 + 28 അങ്ങനെ 37 വരെ കൂട്ടി നോക്കിയാൽ കിട്ടുന്ന സംഖ്യയും 378 ആണ്. ഹജ്ജിന്റെ പരാമർശങ്ങളുള്ള ആയത്തുകൾ, സുബ്ഹാനല്ലാഹ്, ആ ആയത്തുകളുടെ എണ്ണങ്ങൾ കൂട്ടി നോക്കിയാലും 378. ഹജ്ജിന്റെ പരാമർശങ്ങൾ വരുന്ന ആയത്ത് വരെയുള്ള 27 വരെ 1 മുതൽ കിട്ടിയാൽ കിട്ടുന്ന ന്യൂമറിക് വാല്യൂവിന്റെ സം ടോട്ടൽ 378. ഹജ്ജിനെ പറ്റി അവസാനം പറഞ്ഞ ആയത്ത് 77ാമത്തെ ആയത്ത്. അതിൽ 14 വാക്കുകൾ. അത് രണ്ടും ഗുണിച്ചു നോക്കിയാൽ കിട്ടുന്നതും 378. ഇത് യാദൃശ്ചികമാണെന്ന് പറയാൻ കഴിയുമോ മുഅ്മിനേ? ഈ 77ാമത്തെ ആയത്ത്, അതിൽ 14 വാക്കുകൾ, അതിൽ 51 അക്ഷരങ്ങളാണുള്ളത്. 27ാമത്തെ ആയത്തിൽ എത്ര അക്ഷരങ്ങളാണ്? 51 അക്ഷരങ്ങളാണ്. നമ്മളതിനെ ഗുണിക്കുകയാണ്. 27 × 14 × 51 19,278. 19,278 നിന്ന് നമ്മൾ ഹജ്ജ് എന്ന വാക്കിന്റെ ന്യൂമറിക് വാല്യൂ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 459 എന്ന ഒരു സംഖ്യയാണ്. പറഞ്ഞത് 27ാമത്തെ ആയത്തിന്റെ 27 ഇൻറ്റു 14 വാക്കുകൾ ഇൻറ്റു 51 അക്ഷരങ്ങൾ ഈസ് ഈക്വൽ ടു 19,278. ഈ 19,278 നിന്ന് ഡിവൈഡഡ് ബൈ 42 ആണ് അൽ ഹജ്ജ് എന്ന വാക്കിന്റെ ന്യൂമറിക്കൽ വാല്യൂ. കിട്ടുന്നത് 459. ഇനി എന്താണ് 459ന്റെ പ്രത്യേകത? 459 എന്നതാണ് 27ാമത്തെ ആയത്തിലെ 7ാമത്തെ വാക്ക്. 27ാമത്തെ ആയത്തിലെ 7ാമത്തെ വാക്ക് വരുന്നത് അതിൻ്റെ സൂറത്തുൽ ഹജ്ജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. 549 എന്നത് 27ാമത്തെ ആയത്തിലെ
ഏഴാമത്തെ വാക്ക് ഈ സൂറയിൽ 459-ാമത്തേതാണ്. 14 വാക്കുകൾ. ഇവിടെ 7 എന്ന അക്കം, ഏഴാമത്തെ വാക്കിനെ പറയാൻ കാരണം ഹജ്ജിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഇബാദത്ത് 7 തവണയായിട്ടാണ്. തവാഫ് 7 തവണ, സഅയ് 7 തവണ, ജംറ എറിയുന്നത് 7 തവണ, 7മായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. 27ാമത്തെ ആയത്തിലെ 7ാമത്തെ വാക്ക് നിൽക്കുന്നത് 459ാമത്തെ വാക്കായിട്ടാണ് ഈ സൂറയിൽ. ഇത് 7ലേക്കുള്ള ഒരു സൂചനയാണ്, ഹജ്ജിലേക്കുള്ളൊരു സൂചന കൂടിയാണ്. അതിൽ വേറെയും ഒരുപാട് പഠനങ്ങളുണ്ട്. സമയം വൈകിയതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ചു വിടുകയാണ്. 2 സൂറകളുടെ, സൂറത്തുൽ കഹ്ഫും പിന്നെ ആദം നബിയെക്കുറിച്ചും ഈസ നബിയെക്കുറിച്ചുമുള്ളൊരു പ്രയോഗമുണ്ട്. സൂറത്തുൽ കഹ്ഫിലേക്ക് വരാം. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള സൂറയാണ്. ഇന്ന് ഓതിയവരൊന്ന് കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്. നോതാത്തവർ കൈപൊക്കണ്ട. അപ്പോൾ അടുത്ത ആഴ്ച ഓതാൻ നോക്കുക. ഇനി വെള്ളിയാഴ്ച കിട്ടൂല. അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചാൻസ് നഷ്ടപ്പെട്ടു പോയി. എന്താ പൊട്ടണ്? ദീപാവലിൻ്റെ. അപ്പോൾ 18ാമത്തെ സൂറയാണ് സൂറത്തുൽ കഹ്ഫ്. ആരുടെ ചരിത്രമായി പറയുന്നത്? 7 ഗുഹാവാസികളുടെ. അവരുടെ പേരാണ് അസ്ഹാബുൽ കഹ്ഫ്. ജോർഡാനിൽ പോയവർക്കറിയാം, ജോർഡാനിലാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹയുള്ളത്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പോയ ആളുകൾ വേറെ ഉണ്ടായിരിക്കും സദസ്സിലൊക്കെ. ജോർഡാനിലാണ്, ജോർഡാനിലെ അമ്മാൻ സിറ്റിയുടെ ഭാഗമാണ്. ഒരു മലമുകളിൽ, ഇപ്പോൾ റോഡൊക്കെ ഉണ്ട്, അവിടെ ഒരു പള്ളിയുണ്ട്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ പള്ളിയുണ്ട്. 7 ഗുഹാവാസികളുടെ മറവ് ചെയ്ത് 7 ഖബറുണ്ട് അവിടെ. അവരുടെ പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ട്. ആ ഗുഹയിലേക്ക് വെളിച്ചം വരുന്ന, കിഴക്കുന്നും പടിഞ്ഞാറുന്നും വരുന്ന വെളിച്ചത്തിൻ്റെ പഴുതുകൾ ഇന്നും അവിടെ ഉണ്ട്. ആ ഗുഹയുടെ ഉൾഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, അതിൻ്റെ ബിൽ വസീദ്, അതൊക്കെ അവിടെ ചെന്ന് കാണാൻ കഴിയും. ഒക്കെ അവിടെ സുരക്ഷിതമായി ഇന്നവിടെയുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് എത്താനൊക്കെ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരു ചരിത്രമല്ല, നമ്മൾ കണ്ണിൽ കാണുമ്പോൾ നമുക്ക് ശരിക്ക് വല്ലാത്ത ഈമാൻ വർദ്ധിക്കും. സുബ്ഹാനല്ലാഹ്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞ സൂറയാണ്. ഈ സൂറയിൽ ഒരുപാട് ചരിത്രമുണ്ട്. മൂസ നബിയുടെ ചരിത്രമുണ്ട്, 2 തോട്ടത്തിൻ്റെ മുതലാളിമാരുടെ ചരിത്രമുണ്ട്, പിന്നെ മൂസാ നബിയുടെയും ഖിദ്ർ നബിയുടെയും ചരിത്രമുണ്ട്, പിന്നെ ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രമുണ്ട്. പക്ഷെ അള്ളാഹു പേര് വെച്ചത് അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയാനാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ അള്ളാഹു സൂറത്തുൽ കഹ്ഫ് എന്ന് പേര് വെച്ചു. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 18ാമത്തെ സൂറയാണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൽ 4-5 ചരിത്രമുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയാൻ അള്ളാഹു ഉപയോഗിച്ചത് 18 ആയത്തുകളാണ്. ഈ സൂറയുടെ നമ്പർ 18ാമത്തെ സൂറയാണ്. 18 ആയത്തുകളിലാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നത്. എത്ര കൊല്ലം ഇവർ ഉറങ്ങിയത്? പെട്ടെന്ന് കൈവക്കിയ ആള് എത്ര 300 309. മാഷാ അല്ലാഹ്. സമ്മാനം കൊടുക്കണ്ടേ? വരി ബിസ്മില്ലാഹ്. മാഷാ അല്ലാഹ്. തീർന്ന ഫസലിൻ്റെ തരണേ. ബിസ്മില്ലാ, വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 309 ഒരു അത്ഭുതമുണ്ട്. കാരണം അറബിയിൽ 309 എന്ന് പറയാൻ എങ്ങനെ? 309. 309 ഒറ്റടിക്ക് പറയണം. 309. പക്ഷെ അള്ളാഹു അസ്ഹാബുൽ കഹ്ഫ്, അത് നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഈ ന്യൂമറിക്കൽ അത്ഭുതമല്ല, പക്ഷെ ഖുർആനിലെ മറ്റൊരു അത്ഭുതമാണത്. കാരണം 2 നിലക്കാണ് നമ്മൾ കലണ്ടർ കണക്കാക്കുന്നത്. സൂര്യൻ്റെ ചലനപ്രകാരം അതാണ് നമ്മുടെ 2018 കണക്ക് അല്ലേ. പിന്നെ ചന്ദ്രൻ്റെ കണക്ക്, നമ്മളെ ഹിജറ വർഷം ചന്ദ്രവർഷമാണ്, ലൂനാർ ഇയർ. നമ്മുടെ സൗരവർഷം സോളാർ ഇയർ. സൂര്യൻ്റെ ഭ്രമണം അനുസരിച്ച് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനനുസരിച്ച്, മറ്റേത് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതിനനുസരിച്ച്. ഇവിടെ വ്യത്യാസം എന്താണെന്നറിയോ? ഓരോ വർഷവും ചന്ദ്രവർഷം സൂര്യവർഷത്തേക്കാൾ 10-11 ദിവസം കുറവാണ്. അതുകൊണ്ട് റമദാൻ ഇനിയിപ്പോൾ എത്ര, മെയ് 17-നാണെന്ന് വിചാരിക്കുക. കഴിഞ്ഞ വർഷം അത് മെയ് 27-നായിരിക്കും. അടുത്ത വർഷം മെയ് 7-നായിരിക്കും. 10 ദിവസം താഴെ പോകും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ചന്ദ്രവർഷം 103 ദിവസമാകുമ്പോഴാണ്, 103 കൊല്ലമാകുമ്പോഴാണ് സൗരവർഷം 100 കൊല്ലാവുള്ളൂ. ഒരു 100 കൊല്ലത്തിൽ 3 വർഷത്തിന് ഡിഫറൻസ് വരും, ചന്ദ്രവർഷവും സൗരവർഷവും. അപ്പോൾ 300 കൊല്ലത്തിൽ എത്ര ദിവസം വരും? എത്ര വർഷത്തിന് ഡിഫറൻസ് വരും? എത്ര? 9. കാരണം 100 കൊല്ലത്തിൽ 3 കൊല്ലം കൂടുതലായിരിക്കും നമ്മുടെ വർഷം, നമ്മുടെ ചന്ദ്രവർഷം. രണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്, സൂര്യനും ചന്ദ്രനും. പക്ഷെ അള്ളാഹു കണക്കാക്കുന്നത്, വിശുദ്ധ ഖുർആന്റെ കണക്കാക്കൽ ചന്ദ്രന്റെ ഭ്രമണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്.
ഇനി പറയാ അവര് 300 കൊല്ലം ഉറങ്ങി. ഞാൻ കണക്കിലേക്ക് വരാൻ കേട്ടോ. പക്ഷെ ആ 300 കൊല്ലം എന്ന് പറഞ്ഞത് വല്ലാത്ത രസമുള്ളൊരു പ്രയോഗമാണ്. എങ്ങനെ പറഞ്ഞ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ വസ്ദാദു 9. നബിയെ, അവരവരുടെ ഗുഹയിൽ ഉറങ്ങി, അവർ താമസിച്ചു. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ, 300 കൊല്ലം. വസ്ദാദു, അവരെ ഏറെയും എടുത്തിട്ടുണ്ട്. 9 ഏറെയുമുണ്ട്. 309 അങ്ങനെയല്ല പറയാ. 309 നേരെ പറയുമ്പോൾ എങ്ങനെ പറയാ? 309. പക്ഷേ 300 കൊല്ലം സൗരവർഷപ്രകാരം, 309 കൊല്ലം ചന്ദ്രവർഷപ്രകാരം. ആ ഒരു ആശയം അല്ലാഹു ഈ അക്കത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. അവര് 300 കൊല്ലം ഉറങ്ങി നബിയെ, 9 കൊല്ലം ഏറെയും. 309 ചന്ദ്രവർഷപ്രകാരം, സൗരവർഷപ്രകാരം അവർ 300 ഇത് രണ്ടും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ 309 കൊല്ലം ഉറങ്ങി എന്നതാണ് ഈ ചരിത്രത്തിന്റെ മഹാത്ഭുതം. അള്ളാഹു 309 കൊല്ലം ഉറക്കിക്കിടത്തി. എന്നിട്ട് അള്ളാഹു അവരെ ഉണർത്തി. പിന്നീട് അവർക്ക് മരണം കൊടുത്തു. മനുഷ്യന് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തൊരു അത്ഭുതമാണിത്, അല്ലെ? ഇറാഖിലെ ഏതൊരു കുട്ടി ഒരു അല്ലെ ബിൽഡിംഗ് റക്കിന്റെ ഉള്ളിൽ ഒരു കൊല്ലത്തോളം ഇരുന്ന് സർവൈവ് ചെയ്ത ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു, അല്ലെ? ഒരു പിഞ്ചു കുട്ടി അല്ലെ വെള്ളം കുടിക്കണത് കണ്ടില്ലേ? അള്ളാഹു ഉദ്ദേശിച്ചാൽ അത്രയേ ഉള്ളൂ. ഒരു വെള്ളവും പാനീയവും ഇല്ലാതെ അള്ളാഹുവിന് മനുഷ്യനെ സർവൈവ് ചെയ്യിക്കാൻ കഴിയും. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ. ഇതൊക്കെ ഇനി സബ്മറൈനെ കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾക്ക് ഉള്ള വലിയ വലിയ സാധ്യതകളുണ്ട് യൂനുസ് നബിയുടെ ഈ ചരിത്രത്തിലൊക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷമുള്ളവരും ഇനി വരാനുള്ള പണ്ഡിതന്മാരും ഒക്കെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നവരും ഖുർആനിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കാത്തൊരു സംഭവമാണ് ഖുർആൻ. അതായത് ഒരു ബുക്ക് നോവൽ വായിച്ചത് ഞാൻ വായിച്ചു, ഒരു പുസ്തകം അത് ഞാൻ വായിച്ചതാണ്. പക്ഷെ ഖുർആൻ അങ്ങനെ നിർത്തിവെക്കാൻ കഴിയില്ല. എപ്പോഴും മനസ്സിലാവാത്തതിലുണ്ട്. അതാ രസം. ഇന്ന് മനസ്സിലാക്കിയതാവില്ല, 2 ദിവസം കഴിഞ്ഞ് ഖുർആൻ എടുത്തു. അതേ ആയത്തിൽ നമ്മൾ ഇന്നലെ മനസ്സിലാക്കാത്ത ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഈ ഖുർആനെ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചത് കഴിഞ്ഞ റമളാൻ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയിട്ടില്ല. എല്ലാ ഫേസ്ബുക്കും എല്ലാവരും അക്കൗണ്ട് എടുത്ത് നോക്കുന്നുണ്ട്, എല്ലാ പേജിലും കയറിറങ്ങുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിൽ മാത്രം നമ്മൾ കയറിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ചിന്തിക്കും മുഅ്മിനെ, ഈ കലാം വിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതിൻ്റെ പിന്നാലെ. എല്ലാ ന്യൂസ് ചാനലും നോക്കുന്നുണ്ട്, എല്ലാ പത്രവും വായിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഖുർആൻ മാത്രം എടുത്ത് നോക്കുന്നില്ലല്ലേ? നമ്മൾ എന്ത് കാരണം അള്ളാഹുവിനോട് പറയുന്നത് നേരം കിട്ടിയില്ല എന്നോ? നേരം ഉണ്ടായിട്ടല്ലേ നമ്മൾ ബാക്കിയൊക്കെ വായിക്കുന്നത്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പ്രവാചകൻ പറയും, നബി തങ്ങൾ, അല്ലാഹുവേ, എൻ്റെ ഉമ്മത്ത് എൻ്റെ ഖുർആൻ തൊട്ടു നോക്കാതെ ആയിപ്പോയല്ലോ എന്ന്. അത് നമ്മളെ പറ്റിയൊക്കെയാണോ പറയണമെന്ന് അല്ലാഹു ആലം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടു നോക്കണില്ല. റമളാനിൽ തന്നെ നോക്കാൻ കഴിയാത്തവർ വേറെ. ഇത്രയും വലിയ മഹാത്ഭുതമാണ് അള്ളാഹുവിൻ്റെ കലാം. സൂറത്തുൽ കഹ്ഫിലേക്ക് വരാം. 309 കൊല്ലം ഉറങ്ങിക്കിടന്ന ആളുകളുടെ ചരിത്രമായി പറയുന്നത്. ഖുർആനിൽ അക്കങ്ങളുടെ മഹാത്ഭുതം എന്നത് വെറുതെ പറയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് ഇല്ല, ഇതിലൊരു കാര്യമുണ്ട് എന്ന് ബോധിപ്പിക്കാനുള്ള ഏതാനും ചില വസ്തുതകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് വിശദമായി ഇനിയും നീണ്ടുപോകുന്ന ചർച്ചയാണ്. 114 സൂറകളിലും അത്ഭുതങ്ങളുണ്ട്. 114 സൂറകളിലും. ആ 114 ആയതിൽ അത്ഭുതമുണ്ട്. സൂറകളുടെ പേരുകളിൽ അത്ഭുതമുണ്ട്. ഓരോ സൂറകളിലും വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും എണ്ണത്തിൽ അത്ഭുതങ്ങളുണ്ട്. സൂറത്തുൽ കഹ്ഫിലേക്ക് വരാം. 18ാമത്തെ സൂറ. ഈ സൂറയിൽ 4-5 ചരിത്രം പറഞ്ഞതിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, അൽ കഹ്ഫ് എന്ന പേരിട്ട സൂറയിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അല്ലാഹു പറഞ്ഞത് വെറും 18 ആയത്തുകളിൽ മാത്രമാണ്. സൂറയുടെ നമ്പറും 18 ഇനി സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 9ാമത്തെ ആയത്ത് മുതലാണ്. 9ാമത്തെ ആയത്ത് മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത്. അത് കിട്ടുന്നവരെന്ന് പറഞ്ഞാട്ട് 9ാമത്തെ ആയത്ത് ഏതാണെന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീം കാനൂ മിൻ ആയാതിനാ അജബ. അതല്ലേ? أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. നബിയെ, ഗുഹാവാസികളുടെ ചരിത്രം നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വലിയൊരു അത്ഭുതമായിട്ട് വിചാരിക്കുന്നുണ്ടോ? ഇതിലും അത്ഭുതമുള്ളത് എത്രയുണ്ട് നബിയെ? അതാണ് ചോദിക്കുന്നത്. 9ാമത്തെ ആയത്ത് മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത്. അവിടെ മുതൽ 18 ആയത്തുകളിലാണ് ചരിത്രം. 9ാമത്തെ ആയത്തിൽ നിന്ന് ചരിത്രം ആരംഭിക്കുമ്പോൾ ഈ ആയത്ത് അവസാനിക്കുന്നത് വലബിഥൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ
വസ്ദാദു തിസ്അ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 25-അല്ലേ ഇത്? 25-ാമത്തെ ആയത്ത്. വലബിഥു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു തിസ്അ. അവരവരുടെ ഗുഹയിൽ 300 കൊല്ലം താമസിച്ചു, 9 ഏറെയും 309. വലബിഥു ഫീ കഹ്ഫിഹിം, 9-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുക. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫ്. സുബ്ഹാനല്ലാഹ്. അം ഹസിബ്ത 1 2, അന്ന 3, അസ്ഹാബ് 4, അൽ കഹ്ഫ് 5. അങ്ങനെ 25-ാമത്തെ ആയത്തിൽ വലബിഥു ഫീ കഹ്ഫിഹിം, ആ ഗുഹയിൽ അവർ താമസിച്ചു എന്നേടം മുതൽ അവിടം വരെ, 9-ാമത്തെ ആയത്തിന്റെ തുടക്കം മുതൽ 25-ാമത്തെ ആയത്തിൽ ഗുഹയിൽ അവർ താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് 309 എന്ന് പറയാൻ പോകുന്നത്. ആ ഗുഹയിൽ എന്ന് പറയുന്ന, താമസിച്ചു ഗുഹയിൽ എന്ന വാക്ക് വരെ നമ്മൾ നോക്കിയാൽ സുബ്ഹാനല്ലാഹ് 300 സിനീൻ, 309 കൊല്ലം എന്ന് പറയുന്ന വാക്ക് 309-ാമത്തെ വാക്കാണ്. ഇത് ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട് മുസാഫ് എടുത്തിട്ട്. 309 കൊല്ലം എന്നല്ലേ പറയണത്. ആ ഗുഹയിൽ താമസിച്ചു അവർ, അവിടം വരെ 308. 309-ാമത്തെ വാക്കാണ്. അവിടെ മുതൽ 309 കൊല്ലം എന്ന വാക്ക് അല്ലാഹു പറയണത്. ഇത് യാദൃച്ഛികമാണോ? ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? ഈ കലാമിനെ കുറിച്ചാണോ ആളുകൾ ഇങ്ങനെ പറയണത്? വിശുദ്ധ ഖുർആൻ ആ തെറ്റുണ്ട്, അതുണ്ട്, ഇതും നമുക്ക് മനസ്സിലായില്ല എന്ന് പറയാന്നല്ലാണ്ട്. ശാസ്ത്രത്തിന് പിഴച്ചേക്കാം, അള്ളാഹിന്റെ കലാമിന് പിഴക്കില്ല. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പിഴച്ചേക്കാം, പക്ഷെ അള്ളാഹുവിന്റെ കലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതൊക്കെ ഒരുപക്ഷെ വലിയ വലിയ ശാസ്ത്രീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായേക്കാവുന്ന ആയത്തുകളാണ്. കാരണം നമുക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടാത്ത ആയത്തുകളാണ് ഇതൊക്കെ. മലക്കുകളെ കുറിച്ചാണ് ഇത് പറയാന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കും. പക്ഷെ മലക്കുകളെന്ന് അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല ഇവിടെ. എന്താണാവോ അതിൻ്റെ ഒക്കെ ആശയങ്ങൾ? 309 എന്ന് പറയുന്ന 300 എന്ന് തുടങ്ങുന്നത് 309-ാമത്തെ വാക്കാണ്. ഈ ചരിത്രം ആരംഭിക്കുന്നത് മുതൽ ഈ ചരിത്രത്തിന്റെ ക്ലൈമാക്സ് എത്തുന്നത് 309 എന്ന വാക്കിന്റെ തുടക്കം 309-ാമത്തെ വാക്കാണ് സൂറത്തുൽ കഹ്ഫിൽ. സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് തമ്പുരാനെ. നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് റബ്ബേ. നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് തമ്പുരാനെ. യാ അല്ലാഹ് 300 സിനീൻ വസ്ദാദു തിസ്ആ. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, ഗുഹാവാസികളുടെ ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ്. ഖുർആന്റെ ഈ ഇതിവൃത്തം അതാണല്ലോ. ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ് എന്നതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1401 ആണ്. സൂറത്തുൽ കഹ്ഫ് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 407 ആണ്. സൂറത്തുൽ കഹ്ഫിന്റെ ന്യൂമറിക്കൽ വാല്യൂ, അതിൽ ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ് ആണ് അല്ലാഹു പറയുന്നത്. ഈ രണ്ട് വാല്യൂം ആഡ് ചെയ്താൽ 1401 + 407 ഈസ് ഈക്വൽ ടു 1808. 1808 ആണ്. മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അതാണല്ലോ ഈ സൂറയിൽ പറയുന്നത്. സൂറത്തുൽ കഹ്ഫിലാണ് ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത്. സൂറത്തുൽ കഹ്ഫ്, സൂറ സീന് വാവ് റാ ചാ ഓരോന്നിന്റെയും ന്യൂമറിക്കൽ വാല്യൂ എടുത്താൽ സൂറത്തുൽ കഹ്ഫിന്റെ വാല്യൂ 407 ആണ്. ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എന്നതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1401 ആണ്. 1401 + 407 ഈസ് ഈക്വൽ ടു 1808. ഈ 1808 എന്താണെന്നറിയോ? 300 സിനീന വസ്ദാദു തിസ്ആ. 309 കൊല്ലമാണത് എന്ന് പറഞ്ഞ ആയത്തിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1808 ആണ്. ആ ചരിത്രം ഈ സൂറയിൽ 1808. 300 സിനീന വസ്ദാദു തിസ്ആ, അതും 1808. സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ,
നിന്റെ കലിമത്തിന്റെ അത്ഭുതം ഞങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ് റബ്ബേ. ഇതെന്താ വിഷയം എന്നറിയോ? സലാസ മിഅച്ചിൻ. നോക്കണം, ഓതുന്നത് മിഅച്ചിൻ എന്നാണ്, എഴുതുമ്പോൾ മാ അച്ചിൻ എന്ന് എഴുതുക. ഒരു അലിഫും പിന്നെ ഹംസ ഉണ്ടാവും, അതിൽ ഒരു അലിഫായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റൂ, അവിടെ ഉച്ചരിക്കുന്നതാണ് സലാസ മിഅച്ചിൻ. അങ്ങനെ നോക്കുമ്പോൾ മഹാത്ഭുതമാണ് ഈ ഒരു സ്വരം. അതിൽ വേറെയും അത്ഭുതങ്ങളുണ്ട്. ഇനി പറയുന്നത് ആദം നബിയുടെയും ഈസ നബിയുടെയും സംഭവമാണ്. ഖുർആൻ ക്രിസ്ത്യാനികളോട് പറയാ, നിങ്ങൾ എങ്ങനെയാണ് ഈസാ നബിയെ ദൈവപുത്രനാണെന്ന് പറയുന്നത്? പിതാവില്ലാത്തതിന്റെ പേരിൽ ഈസ നബി പിടിച്ച് ദൈവമാക്കുകയാണോ, ദൈവപുത്രനാക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ആദം നബിക്ക് ഉപ്പയില്ല ഉമ്മയില്ലല്ലോ, അപ്പൊ ആദം നബിനല്ലേ നിങ്ങൾ ദൈവപുത്രനാക്കേണ്ടത് എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. പിതാവില്ലാത്തതിന്റെ പേരിൽ മാത്രം അള്ളാഹു പിതാവാണെന്ന് പറയുകയും ഈസ നബി മകനാണെന്ന് പറയുകയും ചെയ്യല്ലേ? അവരുടെ വായകളിൽ നിന്ന് വരുന്നത് ഗുരുതരമായ വാക്കുകളല്ലയോ എന്ന് ഖുർആൻ ചോദിക്കുന്നു ഇവിടെ. എന്നിട്ട് ഖുർആൻ ആദം നബിയുടെ ഉദാഹരണം, ഈസ നബിയുടെ ഉദാഹരണം ആദം നബിയെ പോലെയാണ്. ഒരു നല്ലൊരു പരാമർശം, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. നമ്മൾ ചില സാമ്പിളുകൾ ഇങ്ങനെ എടുക്കട്ടോ. ഒരുപാട് സൂറയുടെ അടിയിലൊക്കെ ഒരുപാട് സൂറകളുണ്ട്. ഒരു വിഷയം നോക്കൂ, ഇന്ന മസല ഈസ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികത്ത് ഈസാ നബിയുടെ ഉദാഹരണം കമസലി ആദം, ആദം നബിയെ പോലെയാണ്. ഈസാ നബിന്റെ ഉദാഹരണം ആദം നബിനെ പോലെ. ആദം നബിക്ക് ഉമ്മി വാപ്പില്ലല്ലോ, ഈസാ നബിക്ക് വാപ്പല്ല എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈസാ നബിയെ നിങ്ങൾ അങ്ങ് ദൈവപുത്രനാക്കുകയോ? അപ്പൊ ആദം നബിയോ? ആദം നബി അല്ലേ ദൈവപുത്രനാവാൻ ഏറ്റവും യോഗ്യത ഉള്ള ആള്? അതെന്താ നിങ്ങളാക്കാത്തത്? കാരണം ആദം നബിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്, അവർക്കറിയാം ബൈബിളിൽ ആദം നബിയുടെ കഥ. അപ്പോ അള്ളാഹു പറയാ, ആദം നബിയും ഈസ നബിയും അവരുടെ ഉദാഹരണം രണ്ടുപേരും ഒരുപോലെയല്ലയോ? ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് ആദം നബിയെ അള്ളാഹു പടക്കുന്നത്. ഈ മണ്ണിന്ന് മനുഷ്യനെ പടച്ചു എന്നതിന് ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ടെന്ന്, ഒരുപാട്. പക്ഷെ ഈ കണക്ക് കുഴപ്പമില്ല, സയൻസ് പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ സദസ്സ് ഉറങ്ങിപ്പോവും. അത് നിങ്ങളെപ്പോലത്തൊരു വേദിക കിട്ടിയാലേ സയൻസും പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നാട്ടിലെ വേദലൊന്നും ഈ ശാസ്ത്രീയ സത്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. അതുപോലെ വിദ്യാർത്ഥികൾ, നിങ്ങളെപ്പോലത്തെ പഠിക്കാൻ താല്പര്യമുള്ള നല്ല ചുറുചുറുക്കുള്ള ആവേശമുള്ള ആളുകളെ കിട്ടണം, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഒരു അവസരം ഇനി കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. ഇൻഷാ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ല, ഇതുമ്പോൾ തന്നെ മതിയാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ എല്ലാവരും കൈപൊക്കിയാട്ടെ. ആരും പൊക്കൂലെന്നറിയാം, പേടിച്ചിട്ടില്ലേ സംഘാടകരെ? അപ്പോ ഖലഖഹു മിൻ തുറാബ്, അള്ളാഹു ആദം നബിയെ മണ്ണിൽ നിന്നാണ് പടച്ചത്. സുമ്മ ഖാല ലഹു, എന്നിട്ട് ആദം നബിയോട് പറഞ്ഞു കുൻ, ഉണ്ടാവുക, ഫയകൂൻ, അപ്പോഴതാ ഉണ്ടാകുന്നു. അങ്ങനെ അള്ളാഹു ഇൻസ്റ്റന്റ്ലി പടച്ചവരല്ലയോ ആദം നബി അലൈഹിസ്സലാം? ആദം നബിയുടെ ഉദാഹരണം, ഈസ നബിയുടെ ഉദാഹരണം ആദം നബിയെ പോലെയാണ്. ഇത് അള്ളാഹു പറയുന്നത് സൂറത്തു ആലി ഇമ്രാനിലെ 59-ാമത്തെ ആയത്തിലാണ്. സൂറത്തു ആലി ഇമ്രാൻ. ഇത് വലിയ രസമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം എന്ന പേര് മുസ്ഹഫിന്റെ ആദ്യം മുതൽ ഈ ആലി ഇമ്രാനിൽ 59-ാമത്തെ ആയത്ത് വരെ ഈസ എന്ന പേര് അള്ളാഹു ഉപയോഗിച്ചത് 7 തവണയാണ്. ഈ ആയത്തിലല്ലേ ആദം നബിയുടെ, ഈസാ നബിയുടെ ഉദാഹരണം ആദം നബിയെ പോലെയാണ്, രണ്ടുപേരും ഒരുപോലെയല്ലയോ എന്ന് പറയുന്ന ആയത്ത്. ഇതിൽ ഈസ നബിയുടെ പേര് വരുന്നു. ഇതിന്റെ മുമ്പ് ഫാത്തിഹ മുതൽ അൽ ബഖറ മുതൽ അങ്ങ് നോക്കിയാൽ അള്ളാഹു 6 തവണ കൂടെ പറഞ്ഞിട്ടുണ്ട് സുബ്ഹാനല്ലാഹ്. ഈ വാക്ക് വരെ 59-ാമത്തെ ആയത്ത് ആലി ഇമ്രാൻ വരെ ഈസ നബിയുടെ പേര് പറഞ്ഞത് 7 തവണ. എത്ര തവണ? അപ്പൊ ആദം നബിയുടെ പേരും എത്ര തവണ തന്നെ ആവണം? 7 തന്നെ, അപ്പോഴല്ലേ ഒരുപോലെ ആവുള്ളൂ. ഇനി നോക്കുക, ആദം നബിയുടെ പേര് മുസ്ഹഫിന്റെ തുടക്കം മുതൽ ഈ ആയത്തിലെ ആദം വരെ എത്ര പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കിയാൽ പരിശോധിക്കാം, ആർക്കും പരിശോധിക്കാം. 7 തവണയാണ്. അത് 7ആണ്. ഈസ നബിയുടേതും 7. രണ്ടും ഒരുപോലെയാണെന്നല്ലേ അള്ളാഹു പറഞ്ഞത്. ഇത് വലിയൊരു അത്ഭുതമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ മൊത്തത്തിൽ പറഞ്ഞത് 25 തവണയാണ്. ആദം നബിയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്ത് പറഞ്ഞ ചരിത്രം നോക്കിയാലും ആദം എന്ന പേര് അല്ലാഹു ഉപയോഗിച്ചതും 25 തവണയാണ്. ആദം നബിയുടെ ഉദാഹരണം ഈസ നബിയുടെ ഉദാഹരണം ആദം നബിയെ പോലെ തന്നെ 25, 25. ഈ 57-ാമത്തെ ആയത്ത് വരെ പറഞ്ഞത് 7 തവണ. ഈസ നബിയുടെ പേരും 7 തവണ. ഇതൊക്കെ യാദൃച്ഛികമാകുമോ?
സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു തമ്പുരാനെ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു റബ്ബേ. സൂറത്തു മറിയമിലാണ്. സൂറത്തു മറിയം 19-ാമത്തെ സൂറയാണ്. അതിലൊരു ഈസ നബിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് അല്ലാഹു തആല സൂറത്തു മറിയമിൽ. ഒരൊറ്റ തവണ പറയുന്നുള്ളൂ. മറിയം ബീവിന്റെ ചരിത്രം പറഞ്ഞ സൂറയാണ്. നമ്മുടെ ഗാരി മില്ലർ ഇസ്ലാം സ്വീകരിക്കാൻ ഒരു കാരണം കൂടെ അതിന് ഞാൻ വിട്ടുപോയതാണ്. മറിയം ബീവിയെ കുറിച്ചൊരു സൂറ ഖുർആനിലുണ്ടല്ലോ. ബൈബിളിൽ അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല. ചാപ്റ്റർ മേരി അല്ലെങ്കിൽ ചാപ്റ്റർ ജീസസ്, അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ പോലുമില്ല. ഖുർആനിൽ മറിയം ബീവിയുടെ പേരിൽ സൂറയുണ്ട്, ഫാത്തിമ ബീവിന്റെ പേരിൽ സൂറയില്ല, ആയിഷ ബീവിന്റെ പേരിൽ സൂറയില്ല, മറിയം ബീവിന്റെ പേരിൽ സൂറയുണ്ടല്ലോ. അത് ഇദ്ദേഹത്തെ ചിന്തിപ്പിച്ച മറ്റൊരു വസ്തുതയാണ് ഇസ്ലാമിലേക്ക് വരാൻ. സൂറത്തു മറിയമിൽ ഈസ നബിയെ കുറിച്ച് ഒരു സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളൂ, ഒരൊറ്റ തവണ. ഞങ്ങൾ അബുദാബിയിൽ ഇപ്പോൾ നാളെ ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ പഠിക്കുന്നത് സൂറത്തു മറിയമാണ്. സൂറത്തു മറിയമിൽ 34-ാമത്തെ ആയത്ത്, ذَلِكَ عِيسَى ابْنُ مَرْيَمَ قَوْلَ الْحَقِّ الَّذِي فِيهِ يَمْتَرُونَ. അതാണ് ഈസ നബിയുടെ ചരിത്രം. ജനങ്ങൾ പലതും തെറ്റിദ്ധരിപ്പിക്കുന്നതിനിടയിൽ ഈസ നബിയുടെ സത്യസന്ധമായ ചരിത്രം ഇതാണ് എന്ന് പറയുന്ന ഈസ നബിയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഭാഗം, മറിയം ബീവിയെ കുറിച്ച് പറയുന്ന ഭാഗം സൂറത്തുൽ മറിയമിൽ ഒരു തവണയാണ് ഈസ നബിയെ കുറിച്ച് പറഞ്ഞത്. സൂറത്തു മറിയം 19-ാമത്തെ സൂറയാണ്. ഇനി ഇതേ സൂറയിൽ ആദം നബിയെ കുറിച്ച് പറഞ്ഞതും ഒരു തവണ. എന്ത് മറിയം പറയാൻ കാരണം? ആദം നബി അലൈഹിസ്സലാമിന്റെ ഉദാഹരണം ഈസ നബിയും ആദം നബിയും ഒരുപോലെയാണ്. ഈസ നബിയുടെ ചരിത്രം പറയുന്നത് മറിയം ബീവി എന്ന പേരിലുള്ള സൂറയിലാണ്. കാരണം ഈസ നബിയുടെ ഉമ്മയാണ് മറിയം അലൈഹിസ്സലാം. അതുകൊണ്ട് അതും ആലി ഇമ്രാനിലെ ഈ ആയത്തുകളും തമ്മിൽ ബന്ധമുണ്ട്, ആശയപരമായ ബന്ധമുണ്ട്. 19-ാമത്തെ സൂറ, അതിൽ 34-ാമത്തെ ആയത്തിൽ ഈസ നബിയെ കുറിച്ച് ഒരു പരാമർശം സൂറത്തു മറിയമിൽ. സൂറത്തു മറിയമിൽ തന്നെ 19-ാമത്തെ സൂറയിൽ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു 58-ാമത്തെ ആയത്തിൽ, ഒരൊറ്റ തവണ മാത്രം. അതോ ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആയത്ത്. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദം. സൂറത്തു മറിയമിൽ അല്ലാഹു തആല ഈസാ നബിയുടെയും സക്കരിയ നബിയുടെയും യഹ്യാ നബിയുടെയും ചരിത്രം കഴിഞ്ഞതിൻ്റെ ശേഷം ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു, ഇസ്ഹാഖ് നബിയെ പറഞ്ഞു, ഇസ്മായിൽ നബിയെ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞു, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു, അതിനുശേഷം ഇദ്രീസ് അലൈഹിസ്സലാമിനെ പറഞ്ഞു. എന്നിട്ടാണ് അല്ലാഹു തആല വൈൻഡപ്പ് ചെയ്യുന്നത്, ഇത് ആദം നബിയുടെ മക്കളിൽ നിന്ന് വന്ന സത്യസന്ധരുടെ ചരിത്രമാണ് നബിയെ. അവിടെ ഒരു ആദം നബിയെ പറഞ്ഞു, മിൻ ദുർരിയ്യതി ആദം. സൂറത്തു മറിയമിൽ ഒരു തവണയാണ് ആദം നബിയെ കുറിച്ച് പറഞ്ഞത്. സൂറത്തു മറിയമിൽ ഒരു തവണ തന്നെയാണ് ഈസ നബിയെ കുറിച്ചും പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ 34-ാമത്തെ ആയത്ത് സൂറത്തു മറിയമിൽ ഈസ നബിയെ കുറിച്ചുള്ള പരാമർശം, അത് നോക്കിക്കഴിഞ്ഞാൽ 25 തവണ പരാമർശിച്ചതിൽ 19-ാമത്തെ പരാമർശമാണ് സൂറത്തു മറിയമിലെ ഈസ എന്ന പരാമർശം. സൂറത്തു മറിയമിൽ ആദം നബിയെ 58-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നു. ആദം എന്നത് ഈസ എന്ന പദപ്രയോഗം തന്നെ 25 തവണയാണ്. ഈ സൂറയിൽ 58-ാമത്തെ ആയത്തിൽ ആദം നബിയെ പറ്റി പറഞ്ഞത് ഖുർആന്റെ തുടക്കം മുതൽ നോക്കിയാൽ 19-ാമത്തെ തവണയാണ്. 19, ഇനി 20, 21, 22, 23, 24, 25 വരാനിരിക്കുന്നുണ്ട് ബാക്കിലുള്ള സൂറകളിൽ. ആദം നബിയുടെയും ഈസ നബിയുടെയും ഉദാഹരണം ഒരുപോലെയാണ്. സൂറത്തു മറിയമിൽ ആദം നബിയെ കൊണ്ടുവന്ന പേര് 19-ാമത്തെ പേരാണ്. സൂറത്തു മറിയമിൽ ഈസ നബിയുടെ പേര് കൊണ്ടുവന്നതും 19-ാമത്തെ തവണയാണ്. മൊത്തത്തിൽ 25 തവണ. ഈസ നബിയുടെ ഉദാഹരണം ആദം നബിയെ പോലെ തന്നെയാണ്. ഇത് അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ അത്ഭുതങ്ങളല്ലയോ മുഅ്മിനീങ്ങളെ? 34-ാമത്തെ ആയത്ത് സൂറത്തു മറിയം, അവിടെയാണ് ഈസ നബിയെ കുറിച്ച് പറഞ്ഞത്. അവിടെ മുതൽ 58-ാമത്തെ ആയത്തിലാണ് ആദം നബിയെ കുറിച്ച് പറയുന്നത്. നമ്മൾ 34 മുതൽ 58 വരെ എണ്ണി നോക്കുകയാണെങ്കിൽ 25 ആയത്തുകളാണുള്ളത്. ഈ രണ്ട് മഹാന്മാരെ പറ്റി പറഞ്ഞതും 25 തവണയാണ് അള്ളാഹുവിൻ്റെ കലാമിൽ. ഈ രണ്ട് ആയത്തുകളുടെ ഡിഫറൻസ് 25ആണ്. 34, 58. 34 മുതൽ 58ലേക്ക് 25 തവണയാണ് ഈസ നബിയും 25 തവണയാണ് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെയും പരാമർശിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, സമയം വൈകിപ്പോകുന്നുണ്ട്. ഇതിൽ വേറെ ഒരു രസകരമായൊരു കുറച്ച് കണക്ക് കൂടെ വരുന്നുണ്ട്. അത് സമയം വൈകിയത് കൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. 1-2 വിഷയങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് അത് പറയാനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പറയാം, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി.
മുൻഗാമികളായ മുഫസ്സിരീങ്ങളുടെ തഫ്സീറുകളിൽ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ പറഞ്ഞത് ഒന്ന് മഹാനായ സമഖ്ശരി ഇമാമാണ്, മഹ്മൂദ് ഉമർ സമഖ്ശരി തഫ്സീറുൽ കശാഫ്. ഇമാം റാസി തങ്ങൾ മഫാത്തിഹുൽ ഗൈബ്, നമ്മൾ മദാരിക്കു തൻസീൽ ഹഖായിഖു തഅ്വീൽ എന്ന് പറയുന്ന നസഫി ഇമാമിന്റെ തഫ്സീർ അതിലുണ്ട്. പിന്നെ ഇബ്നു കസീർ തങ്ങളുടെ തഫ്സീറുൽ ഖുർആനിൽ അദീം. അത് കഴിഞ്ഞ് പുതിയ ആധുനികരായ പണ്ഡിതന്മാർ, ആധുനികരെന്ന് പറഞ്ഞാൽ പഴച്ചവരെന്നല്ല, ആധുനികരെന്ന ഈ അടുത്ത കാലങ്ങളിൽ ജീവിച്ചു പോയ ആളുകൾ എന്നാണ്. അത് പണ്ടൊരു കോൺട്രവേഴ്ഷ്യലായി മാറിയിരുന്നു, അതിൻ്റെ പേരിൽ പറയാം. അത് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അൽ ഇഅ്ജാസുൽ അദദി ഫിൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിലെ അക്കങ്ങളുടെ മഹാത്ഭുതങ്ങൾ എന്ന കിതാബുണ്ട്. 3 വോള്യമാണ്. മഹാനായ അബ്ദുർ റസാഖ് നൗഫൽ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനയ 3 വോള്യങ്ങളിൽ ഖുർആനിന്റെ അക്കങ്ങളുടെ അത്ഭുതങ്ങളെ കുറിച്ചുള്ള കിതാബ് ഇറങ്ങി. നഷ്റ ഹൗലൽ അദദ് 19 എന്ന അക്കത്തെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ റഷാദ് ഖലീഫ എന്ന പണ്ഡിതന്റെ കിതാബുണ്ട്. ദിറാസാത്തുൻ ഫീ മജാലാത്തിൻ കൗനിയ്യത്തിൻ വനദുരിയ്യ, ഡോക്ടർ അലി ഹിൽമി മൂസയുടെ കിതാബുണ്ട്. ഫിക്റത്തു ഇഅ്ജാസിൽ ഖുർആൻ, നഈമുൽ ഹിംസിയുടെ കിതാബ്. മുഅ്ജിസത്തുൽ ഖുർആനുൽ അദദിയ്യ, സുദ്ഖി അൽ ബൈക്ക്, ഈജിപ്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഗത്ഭം പ്രൗഢമായൊരു കിതാബുണ്ട്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ മുഅ്മിനെ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഉള്ള ഒരു രഹസ്യം, നമ്മുടെ ഇപ്പോൾ ഇവിടെ കടലിൻ്റെ വക്കിലുള്ള ഒരു നാടാണിത് അല്ലേ. സുനാമിയൊക്കെ ബാധിച്ചിരുന്നൊരു പ്രദേശമായിരുന്നു ഇത്. വെള്ളപ്പൊക്കം കൊടുങ്കാറ്റൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. അല്ലാഹു ഈ രാജ്യത്തെ സമാധാനമുള്ള രാജ്യമാക്കി തരട്ടെ. ഇവിടുത്തെ നാട്ടുകാരൊക്കെ വളരെ സൗമ്യരായ മനുഷ്യസ്നേഹികളും വർഗീയതയൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യരാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്. അത് എക്കാലവും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തത് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നാട്ടുകാരോട് നമ്മൾ നന്ദി പറയേണ്ടവരാണ്. കടലിന് ഓരം നിൽക്കുന്ന സ്ഥലമാണിത് അല്ലേ. ഇവിടുത്തെ ബീച്ചിനെന്താ, മറീന ബീച്ചോ അല്ലേ? വലിയ ബീച്ചാണല്ലോ അല്ലേ, അറിയപ്പെട്ട ബീച്ചാണെന്ന് കേൾക്കാറുണ്ട്. ഇരിക്കട്ടെ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ മൊത്തം ഭൂമി എടുത്താൽ അതിൽ എത്ര ശതമാനം കടലുണ്ട്, എത്ര ശതമാനം കരയുണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉത്തരം അറിയുന്നവരൊന്ന് കൈപൊക്കി. ഇതിന് സമ്മാനം ഉറപ്പാ, പറഞ്ഞോളൂ. ഇവിടെ ഒന്ന് ആലോചിച്ചാൽ ഉത്തരം അറിയുന്നൊരു കൈപൊക്കണം. ഒന്ന് അടുത്തേക്ക് വന്ന്, കേൾക്കുന്നില്ല. അവിടെ ബാക്കിൽ എണീറ്റ് നിന്നു ഒരാൾ, ആ തൊപ്പിയിട്ട ആൾ. എത്ര? ഒരാൾ ആ ബാക്കിൽ തൊപ്പി വെച്ച ആളോടാ ചോദിക്കുന്നത്. എത്ര? 71 and 71 കഴിഞ്ഞിട്ട് 29 71 അല്ലേ? ക്ലോസ്. വേറെ ഉത്തരം ഉണ്ടോ? 3-ൽ 2 നല്ല ഉത്തരാണ്. അത് സമ്മാനം കിട്ടൂല. എത്ര? ഒന്നുകൂടി പറഞ്ഞോളെ. 75 and 25 ക്ലോസ്. 72 28 ബാക്കില് 73-27 ക്ലോസ്. ആ തൊപ്പി വെച്ച ആളുകൾ എത്ര പറഞ്ഞു? നേരത്തെ പറഞ്ഞ ആൾ. ഇപ്പൊ എണീറ്റിക്കുന്ന ആൾ പറയും 67-33. ഇനി നിൽക്കട്ടോ, ഇനി നിൽക്കി. അതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് അല്ലേ? കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാലും അവര് നമ്മുടെ സുഹൃത്ത്, തൊപ്പി വെച്ച സുഹൃത്ത് പേരെന്താണ്? നിങ്ങൾ ഗൂഗിൾ ഷെയ്ഖിനോട് ചോദിച്ചോ? അപ്പോ ഇല്ലല്ല. ഇൻഷാ അല്ലാഹ്. അപ്പോ ഷെയ്ഖ് ഗൂഗിളിനോട് ചോദിക്കാല്ലോ. ഇല്ലല്ല. എത്ര പറഞ്ഞ്? 72.5. നമ്മളെ ഏകദേശം ഒത്തുവന്നത് നമ്മുടെ സുഹൃത്ത്. നിങ്ങൾ ഒന്ന് വരൂ. നിങ്ങൾ എത്ര പറഞ്ഞേ? 75-25 അല്ലേ? 25-75 അതല്ല ഉത്തരം. ഇപ്പുറത്തുള്ള നമ്മുടെ സുഹൃത്ത് നിങ്ങൾ എത്ര പറഞ്ഞത്? 71 and 29. അതാണ് ഏകദേശം ഇതിനോട് യോജിച്ചു വരുന്നത്. 28.8-ഉം 71.12. മാഷാ അല്ലാഹ്. ഒരു ജസാക്കുമുല്ലാഹ് ഖൈർ. തക്ബീർ കൊടുക്കി. അല്ലാഹു അക്ബർ. വെരി ബിസ്മില്ലാഹ്. മാഷാ അല്ലാഹ്. എന്താ പേര്? ഇവിടെ നാട് പരപ്പനങ്ങാടി. മാഷാ അല്ലാഹ്. എല്ലാവരും പരപ്പനങ്ങാടിയും കൊണ്ടുവരും തന്നെയാണല്ലോ. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് ഷാഫി. അൽഹംദുലില്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. എത്ര അള്ളാന്റെ ഭൂമിയിൽ കടലുണ്ട്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതിനൊന്നും സമ്മാനം തരാൻ പറ്റില്ല മുഅ്മിനീങ്ങളെ. നിങ്ങൾ പൊരുത്തപ്പെട്ടേക്ക്.
എന്നാലും ഒരു 100 രൂപയൊക്കെ തന്നൂടെ? ഇല്ല. അപ്പോൾ 71%, 71.111 ഒരു 15 1 ഇട്ട് കൊടുത്താൽ അത്രയും ശതമാനം വെള്ളമാണ്. 28.8888% കരയുമാണ്. 786 നമ്പറിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന 9 വാക്കുകൾ 19 അക്ഷരങ്ങളുടെ ന്യൂമറിക് വാല്യൂ 786 ആണ്. നേരത്തെ ഓരോ അക്ഷരത്തിൻ്റെ ഒരു അക്കം പറഞ്ഞില്ലേ? അങ്ങനെ നോക്കിയാൽ ബിസ്മി, ബാ, സീന്, മീമ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നോക്കിയാൽ 786 ആണ് കിട്ടുക. അതുകൊണ്ടാണ് ബിസ്മിക്ക് പകരം 786 ഒക്കെ എഴുതുന്നത്. അത് ന്യൂമറിക് വാല്യൂ ആണ്, ഓരോ അക്കങ്ങൾക്കുമുള്ള ന്യൂമറിക് വാല്യൂ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു വിഷയം, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഒരു മഹാത്ഭുതം പറയാണ്. കടൽ അള്ളാഹു ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയം. നബി തങ്ങൾ കടൽ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഖുർആനിൽ കടലും വെള്ളവും ഒരുപാട്, അല്ലേ? മനുഷ്യൻ ജീവജാലങ്ങളെ അള്ളാഹു ഉണ്ടാക്കിയത് വെള്ളത്തിൽ നിന്നാണ് പറഞ്ഞത്. ജീവജാലങ്ങൾ ഉണ്ടായത് എന്തിൽ നിന്നാണ് എന്ന് യു ക്യാൻ ഹാവ് എനി ഇമാജിനേഷൻ ബട്ട് വാട്ടർ. ഒരു മരുഭൂമിയിലാകുമ്പോൾ വെള്ളമല്ലാതെ വേറെ എന്തും നമ്മൾ ചിന്തിച്ചു പോയേക്കും. പക്ഷേ വെള്ളത്തിൽ നിന്നെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലൂടെ. ഇരിക്കട്ടെ, ജലാശയങ്ങൾ, ബഹർ, സമുദ്രം എന്ന പ്രയോഗം, വെള്ളത്തെക്കുറിച്ചുള്ള പരാമർശം, സമുദ്രത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കലാമിൽ വന്ന വാക്കുകൾ 32 വാക്കുകളാണ്. എത്രയാണ്? 32. കര, അതിന് അൽ ബർ എന്നാ പറയാം. കരയിലേക്ക് അവരെത്തിയാൽ പിന്നെ അവർ തിരിഞ്ഞു പോകും, കടലിലെത്തുമ്പോൾ ഒരു ദ്വാരക്കും എന്നൊക്കെ പറഞ്ഞ ചരിത്രം അള്ളാഹു പറയുന്നില്ലേ? കരയെ സംബന്ധിച്ച് അൽ ബർ, ആ പ്രയോഗം അള്ളാഹു ഉപയോഗിച്ചത് 13 തവണയാണ്. 32 തവണ കടൽ, 13 തവണ കര. ഈ 32ഉം 13ഉം കൂട്ടിയാൽ ഭൂമിയായി. 32 + 13 എത്രയാണ്? 45, അല്ലേ? 45, അതാണ് മൊത്തം ഭൂമി. ഈ 45ൽ നിന്ന് നമ്മൾ കര 32 എന്ന് പറയുന്ന വെള്ളത്തെക്കുറിച്ചുള്ള അക്കം 45 ഡിവൈഡഡ് ബൈ 32 × 100, നമ്മൾ 100 കൊണ്ട് ഗുണിച്ച ശതമാനം എത്രയാ? 45ൽ നിന്ന് 32 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 71.11111%. അത്രയാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലെ വെള്ളത്തിൻ്റെ അളവ്. സുബ്ഹാനല്ലാഹ്. കരയും കടലുമുള്ള 32ഉം 13ഉം ഒരുമിച്ച് ചേർത്താൽ കിട്ടുന്ന 45ൽ നിന്ന് അള്ളാഹു കരയെക്കുറിച്ച് പറഞ്ഞ ഭാഗം ഒന്ന് ഡിവൈഡ് ചെയ്താൽ, 13 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അതിൻ്റെ ശതമാനം 28% കരയും 71% വെള്ളവും. ഇത് രണ്ടും കര, സമുദ്രം എന്ന 2 പദപ്രയോഗങ്ങളിലൂടെ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹിൻ്റെ കലാമാണ്, മനുഷ്യൻ്റേതല്ല. ആഴത്തിലിറങ്ങുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇതൊക്കെ ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന രൂപത്തിലാണെങ്കിൽ ബുദ്ധിമാനികൾക്ക് ഖുർആൻ മടുത്തു പോകുമായിരുന്നു. ഞങ്ങൾക്കൊന്നും പഠിക്കാനില്ലല്ലോ. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അത്ഭുതങ്ങളാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. സൂറത്തു സജദയിലെ 1000 വർഷങ്ങൾ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് മലക്കുകൾ സഞ്ചരിക്കുന്നത്. മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ. ആ മലക്കുകളുടെ സഞ്ചാരപഥത്തെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. സൂര്യപ്രകാശം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് ഈ സൂറത്തു സജദയിലെ ആയത്തിൽ നിന്ന് കണ്ടെത്തിയ പണ്ഡിതന്മാരുണ്ട്. അത് വലിയൊരു കണക്കായി, ഒരു 18 പേജെങ്ങാനും ഇംഗ്ലീഷിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. അതുപോലെ സയൻസ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് മുമ്പിൽ പറയാനല്ല, നമുക്ക് ഈ സദസ്സിൽ പറയുക പ്രായോഗികമല്ല. ആ ഒരൊറ്റ ആയത്തിൽ നിന്ന് സൂര്യപ്രകാശത്തിൻ്റെ വേഗത, വെലോസിറ്റി ഓഫ് ലൈറ്റ്സ് കണ്ടെത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അത് മാത്രമല്ല, അക്കങ്ങളുടെ അല്ലാഹു തആല പറയുന്ന ഒരു ആയത്ത് നോക്കൂ. ആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാർ ഫഇദാ ഹും മുദ്ലിമൂൻ. സൂറത്തു യാസീൻ. വആയത്തുൽ ലഹുമുൽ ലൈൽ, അവർക്ക് ദൃഷ്ടാന്തം രാത്രി ഒരു ദൃഷ്ടാന്തമാണ്. നമ്മളിപ്പോൾ രാത്രിയാണ്, നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ രാത്രി ഒരു അത്ഭുതമാണ്? നസ്ലഖു മിൻഹുൻ നഹാർ, പകലിനെ അള്ളാഹു ഇരുട്ടിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. ഫഇദാ ഹും മുദ്ലിമൂൻ, അവരതാ ഇരുട്ടിലായി പോകുന്നു. ഇരുട്ടിൽ നിന്ന് അള്ളാഹു പ്രകാശത്തെ എടുത്തു കളഞ്ഞാൽ അവർ ഇരുട്ടിലായി. ഇരുട്ടിലേക്ക് പ്രകാശത്തെ കൊടുത്താൽ നമ്മൾ പ്രകാശത്തിലായി. ഈ പ്രപഞ്ചത്തിൻ്റെ ഒറിജിൻ ഇരുട്ടാണ്, പ്രകാശം അതിലേക്ക് വന്നു ചേർന്നതാണെന്ന വലിയൊരു കോസ്മിക് ട്രൂത്ത് അതിനുള്ളിൽ അള്ളാഹു പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഇവിടെ ഒരു ന്യൂമറിക് വാല്യൂ കിടക്കുന്നുണ്ട്. അള്ളാഹു 2 കാര്യം പറഞ്ഞു. രാത്രിയിൽ നിന്ന് പകലിനെ നാം ഊരിയെടുത്താൽ എന്താ സംഭവിക്കുക? ഹും മുദ്ലിമൂൻ, അവർ ഇരുട്ടിലായി പോകും. എപ്പോ? നഹാറിനെ ലൈലിൽ നിന്ന് അല്ലാഹു പറിച്ചെടുത്താൽ. വആയത്തുൽ ലഹുമുൽ ലൈൽ,
നസ്ലഹു മിൻഹുൻ നഹാർ. ഇവിടെ നമ്മൾ ന്യൂമറിക് വാല്യൂ നോക്കുകയാണ്. ഹും മുദ്ലിമൂൻ, എന്താ സംഭവിക്കുക? അവർ ഇരുട്ടിലാകും. ഹും മുദ്ലിമൂൻ എന്നതിന് ഹ മ മീം ല ല മ വ നു മുദ്ലിമൂൻ. ഹും മുദ്ലിമൂൻ എന്നതിന് ന്യൂമറിക്കൽ വാല്യൂ 45 ആണ്. സുബ്ഹാനല്ലാഹ്. 45 ഹും പ്ലസ് മുദ്ലിമൂൻ 1066 എല്ലാം ഒരുമിച്ച് 1111. ഹും മുദ്ലിമൂൻ എന്ന രണ്ട് വാക്കുകളുടെ ന്യൂമറിക്കൽ വാല്യൂ ഹും 45, മുദ്ലിമൂൻ 1066, രണ്ടും കൂടെ കൂട്ടി വെക്കുമ്പോൾ 1111. ഹും മുദ്ലിമൂൻ, അവർ ഇരുട്ടിലാകും. എപ്പോഴാണ് ഇരുട്ടിലാവുക? വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു, അവർക്ക് രാത്രിയിൽ നിന്ന് വെളിച്ചത്തെ അള്ളാഹു പറിച്ചു കൊണ്ടുവന്നാൽ അവർ ഇരുട്ടിലാകും. വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു എന്നതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 417 പ്ലസ് 75 പ്ലസ് 71 പ്ലസ് 740 പ്ലസ് 95 ഈസ് ഈക്വൽ ടു 1398, 1398. വആയത്തുൽ ലഹുമുൽ ലൈലു, അവർക്ക് രാത്രി ദൃഷ്ടാന്തമാണ്. നസ്ലഹു മിൻഹു, നമ്മൾ അതിൽ നിന്ന് ഊരിയെടുക്കുന്നു. എന്തിനെ? അന്നഹാർ, അത് പറഞ്ഞില്ല. ആ ഊരിയെടുക്കുന്നു എന്നത് വരെ 1398. നഹാർ അന്നഹാർ 287. ഇവിടെ സംഭവിക്കുന്നത് 1398 നിന്ന് നഹാറിനെ പിടിച്ചു വലിക്കുന്നു. 1398 നിന്ന് നഹാർ എന്ന പകലിന്റെ 287 മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഹും മുദ്ലിമൂൻ എന്നതിന്റെ വാല്യൂ ആണ് 1111. ഇരുട്ടിൽ നിന്ന് നഹാറിനെ പിടിച്ചെടുത്താൽ കിട്ടുന്നതും അള്ളാഹു ആ പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞതും ഈ ന്യൂമറിക്കൽ വാല്യൂമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യനെ 9 മാസം കൊണ്ടല്ലേ ഗർഭധാരണം നടക്കുന്നത്. ഇപ്പോൾ മക്കളില്ലാത്ത ആളുകളുണ്ട്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹുർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ സന്താനങ്ങളൊക്കെ നല്ലവരാക്കി തരട്ടെ. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞിൻ്റെ ജനനം നടക്കുന്നതിന് ആവശ്യമായത് 9 മാസമാണല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൽ മുർസലാത്ത്. അലം നഖ്ലുക്കും മിൻ മാഇൻ മഹീൻ ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ ഇലാ ഖദരിൻ മഅലൂം. അല്ലാഹു പറയാ, അലം നഖ്ലുക്കും, നിങ്ങളെ ഞാനല്ലയോ പടച്ചത്. അല്ലാഹു പറയാ, നമ്മളാണോ പടച്ചത്? നമ്മളെ ദേഹത്ത് നമ്മളായിട്ട് പടച്ചു വെച്ച ഒരു രോമോ ഒരു നഖം ഉണ്ടോ? നമ്മളായിട്ട് സൃഷ്ടിച്ച നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും ഉണ്ടോ? ദേഹത്തിന്റെ ഭാഗമായിട്ട് കുപ്പായുണ്ട്, നമ്മുടെ ദേഹത്തിന്റെ ഭാഗമല്ല. നമ്മളായിട്ട് വെച്ചത് എന്തെങ്കിലും നമ്മുടെ ദേഹത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളാണോ നമുക്ക് ജനിക്കേണ്ട സമയം നിശ്ചയിച്ചത്? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നിശ്ചയിച്ചതാണോ? ആണോ? അല്ല. നമ്മുടെ ഈ ചേലും കോലം ഹൈറ്റും വെയിറ്റും ഒക്കെ നമ്മൾ തീരുമാനിച്ച് കിട്ടിയതാണോ? അല്ല. നമുക്ക് വയസ്സൊന്നും ആവണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മൂപ്പരാവുകയാണ്. നമുക്ക് വല്ല കൺട്രോളും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇനി മരിക്കണത് എവിടെയാന്ന് തീരുമാനിക്കാനും നമുക്ക് വല്ല ചാൻസും ഉണ്ടോ? അതും ഇല്ല. അപ്പം നമ്മൾ മറ്റൊരാളിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ഇത് യുക്തിവാദി ചിന്തിച്ചാൽ ബോധം തെളിയാൻ ഇത് മാത്രം മതി. നമ്മളായിട്ട് ഒന്നും നമ്മുടെ ദേഹത്ത് ചെയ്തിട്ടില്ല. അല്ലാഹു പറ, ഞാനല്ലയോ നിങ്ങളെ പടച്ചത്. ഈ ബുദ്ധികൾ വെറുതെ ഉണ്ടാവുക. അലം നഖ്ലുക്കും, ഞാനല്ലയോ നിങ്ങളെ പടച്ചത്. മിമ്മാഇൻ മഹീൻ, നിസ്സാരമായ ഒരു ദ്രവത്തിൽ നിന്ന്. ഫജഅൽനാഹു, സ്പേം ആൻഡ് എഗ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ സൈഗോട്ടായി മാറുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ. ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ, എന്നിട്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അള്ളാഹു അതിനെ കൊണ്ടുപോയി വെച്ചു. ഇവിടെ ഉമ്മയുടെ ഉദരത്തിൽ, ഉമ്മയുടെ ഗർഭാശയത്തിൽ. ഇലാ ഖദരിൻ മഅലൂം, അറിയപ്പെടുന്ന ഒരു സമയം വരേക്കും, കൃത്യമായ എല്ലാവർക്കും അറിയുന്ന ഒരു സമയം. അതെത്രയാ? 9 മാസം. 9 മാസം, അതാണ് ഒരു പൂർണ്ണ ഗർഭത്തിന്റെ സമയം. അപ്പുറം കുറച്ച് കൂടും കുറവൊക്കെ ആവാം. ഇലാ ഖദരിൻ മഅലൂം. സുബ്ഹാനല്ലാഹ്, ഇലാ ഖദരിൻ മഅലൂം. അല്ലാഹു ഇവിടെ മാസത്തിന്റെ കണക്ക് പറഞ്ഞില്ല. ഇലാ ഖദരിൻ മഅലൂം, അപ് ടു an appointed time, നിശ്ചിതമായ ഒരു സമയം വരെ അള്ളാഹു അവിടെ നിങ്ങളെ കീപ്പ് ചെയ്യുന്നു ഉമ്മയുടെ ഉദരത്തിൽ. ഇല ന്യൂമറിക്കൽ വാല്യൂ നോക്കുക. ഇല 3 അക്ഷരങ്ങളാണ്, 41. ഖദരിൻ 304, മഅലൂം 186. അതിന്റെ സം ടോട്ടൽ എത്രയാണ്? 41 പ്ലസ് 304 പ്ലസ് 186 എത്രയാണ്? കൈപൊക്കണം അറിയുന്നവര്. 41 പ്ലസ് 304 പ്ലസ് 186. ഉത്തരം അറിയുന്നവർക്ക് ഈ സമ്മാനമുണ്ട്, പെട്ടെന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് പറയണം.
എത്ര? 634 531. മാഷാ അല്ലാഹ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയോ? ഇല്ല. നോക്കിയോ? മനക്കണക്കാണോ? അല്ല. അപ്പൊ പിന്നെ സമ്മാനം കൊടുക്കണ്ടല്ലോ. അല്ല, കാൽക്കുലേറ്റർ ഉണ്ടാക്കിയാക്കല്ലേ കൊടുക്കേണ്ടത് അല്ലേ? 531 അല്ലേ? 531. 531 സുബ്ഹാനല്ലാഹ്. 531 3 അക്കങ്ങളാ. അതൊന്ന് കൂട്ടി നോക്കൂ. 5 + 3 + 1 എത്രയാ? 9. ഇലാ ഖദരിൻ മഅലൂം. ഇനി അല്ലാഹു തആല വേറൊരു കാര്യം പറഞ്ഞു. ഉമ്മയുടെ ഉദരത്തെ സംബന്ധിച്ച് പറഞ്ഞു, നമ്മുടെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ വഖലഖനാകും അസ്വാജാ. സൂറത്തുൻ നബ. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂന സുമ്മ കല്ലാ സയഅലമൂൻ. സൂറത്തുൻ നബ. അലം വഖലഖനാകും അസ്വാജ. അല്ലാഹു നിങ്ങളെ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്, ആണും പെണ്ണുമായിട്ട്. വഖലഖനാകും അസ്വാജ. അത് എഴുതിയത് നോക്കി നിങ്ങൾ മുസാഫൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതിയ രൂപം ഖലഖനാകും നമ്മൾ എഴുതുന്ന പോലെയല്ല മുസാഫിൽ ഉണ്ടാവുക. നോക്കൂ ബിസ്മില്ലാഹിർ സൂറത്തുൽ നബ. വഖലഖനാകും അസ്വാജ 8-ാമത്തെ ആയത്ത്. വഖലഖനാകും. ആ നാന്ന് കഴിഞ്ഞിട്ട് അലിഫ് ചേർത്ത് എഴുതിയിട്ടുണ്ടോ? നായും ഖാഫും ചേർത്തേക്കല്ലേ? ഖലഖ്നകും എന്നല്ല എഴുതിയിട്ടുള്ളത്. ആന്ന് മേലെ ചെറുതായിട്ട് കൊടുത്തൊക്കെയാണ്. ശരിക്കും നമ്മൾ എഴുതുമ്പോൾ ഖലഖ്നാകും നൂനിന് അലിഫ് വേറെ എഴുതും. അസ്വാജൻ അസ്വജൻ എന്നേ ഉള്ളൂ അവിടെ. ശരിക്കും അസ്വാജൻ എന്ന് ഓതാൻ വേണ്ടി ചെറിയൊരു അലിഫ് കൊടുത്തിട്ടുണ്ട്. ശരിക്ക് അസ്വാജൻ ശരിക്ക് 1 2 3 4 5 അക്ഷരങ്ങളാണ് ഖുർആനിൽ. അത് ശരിക്ക് വേണ്ടത് 6ആണ്. വഖലഖനാകും 1 2 3 4 5 6 7 അക്ഷരങ്ങളാണ് ഖുർആനിൽ. ശരിക്ക് വേണ്ടത് 8ആണ്. റസ്മുൽ ഉസ്മാനി ലിപിയാണ്. ഇത് തിരുത്താൻ പാടില്ല. ഇത് അങ്ങനെ എഴുതാൻ പാടുള്ളൂ. ഖുർആൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. വഖലഖനാകും അസ്വാജ. ഇനി നോക്കുക, വഖലഖനാകും എന്ന് പറഞ്ഞതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 846 ആണ്. വ 6, ഖ 600, ല 30, ഖ 100, ന 50, ക 20, മ 40. ഇത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 846. വഖലഖനാകും അസ്വാജൻ. 5 അക്ഷരങ്ങളേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ എഴുത്തിൽ അത്രയേ ഉള്ളൂ, റസ്മുൽ ഉസ്മാനി എഴുത്തിൽ. ആ അക്ഷരങ്ങളുടെ ന്യൂമറിക്കൽ വാല്യൂ 18 ആണ്. കാരണം നൂന് 50 ആണ്, കാഫ് 20, മീമ് 8 + 6 + 4 18 വരിക. സുബ്ഹാനല്ലാഹ്. ഖലഖനാകും അസ്വാജൻ 18. ഈ ആയത്തിന്റെ ഉള്ളിൽ അള്ളാഹു ആണും പെണ്ണുമായിരിക്കാൻ നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ആണും പെണ്ണുമായിട്ടാണ് പടച്ചത് എന്ന് പറയാൻ അള്ളാഹു അസ്വാജൻ നിങ്ങളെ ആണും പെണ്ണുമായിട്ടാണ് പടച്ചത് 18. ഒരാണിന്റെ ജന്മത്തിന് 9 മാസം, ഒരു പെണ്ണിന്റെ ജന്മത്തിന് 9 മാസം. 9 + 9 18. സുബ്ഹാനല്ലാഹ്. വഖലഖനാകും എന്നത് 846. 846 ആണ് ന്യൂമറിക്കൽ വാല്യൂ. അത് കൂട്ടി നോക്കൂ. 8 + 4 + 6 എത്രയാണ്? 18. 18 9 + 9. കാരണം ആണിനെയും പെണ്ണിനെയും കുറിച്ചാണ് പറഞ്ഞത്. ഖലഖനാകും അസ്വാജ. അള്ളാഹുവിൻ്റെ കലാം 21-ാം നൂറ്റാണ്ടുകാരനെ തിരിയുന്ന ഭാഷയിൽ ചില സാമ്പിളുകൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇത് ഒരക്ഷരം ഇതിലേറെ വന്നാൽ ഈ പറഞ്ഞ സ്ട്രക്ചർ അങ്ങ് ബ്രേക്ക് ആവും. ഒരു അക്ഷരം ഏറെ എഴുതിയാൽ ഈ പറഞ്ഞ മഹാത്ഭുതങ്ങൾ കിട്ടൂല. അതിൽ അക്ഷരങ്ങളുടെ എണ്ണവും ഹറക്കത്തിൻ്റെ എണ്ണവും ആയത്തിൻ്റെ എണ്ണവും സൂറകളുടെ എണ്ണവും അള്ളാഹു അറിയിച്ചു കൊടുത്തതുപോലെ മാത്രമാണ്. മനുഷ്യന് കൈകടത്താൻ കഴിയില്ല. ഇത് ഖുർആനിൻ്റെ പല അത്ഭുതങ്ങളിൽ അക്കങ്ങളുടെ ഒരത്ഭുതം എന്ന ഒരൊറ്റ സൈഡിലൂടെ മാത്രമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ കലാമ ധാരാളം ഓതുന്നവരായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ഇതൊക്കെ ഓതുന്നവർ രക്ഷപ്പെട്ടു മുഅ്മിനെ. ഇത് ഷിഫയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് അങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കലാമ് കരുണയാണ്, ഷിഫയാണ്. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫ തരും ഖുർആൻ കൊണ്ട്. ഖുർആൻ ഓതി മന്ത്രി ചൂതി കൊടുക്കണം.
ഖുർആൻ ഓതിയ വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളം കുടിക്കണം. ഇത് സ്വഹാബിമാർ ചെയ്തതാണ്, താബിഈങ്ങൾ ചെയ്തതാണ്, ഹബീബായ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. അതൊരു ചികിത്സാ രീതിയാണ്. അതിൻ്റെ ഒപ്പം ഖുർആൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. വെറും ഓതാനും ഊതാനും മാത്രമായിട്ട് അതിനെ വെക്കല്ലേ. ബുദ്ധിയുള്ളവർ അത് പഠിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് പകർത്തണം. ഇത് വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് നമ്മുടെ കലാം. മുത്തുനബി തങ്ങൾ വഫാത്താകുമ്പോൾ പറയാൻ, സ്വഹാബിമാർ കരഞ്ഞു, നബിയെ അങ്ങ് ഞങ്ങൾ ഇട്ടേച്ചു പോവുകയാണോ? ഗദീർ ഖം എന്ന് പറയുന്ന ഒരു കുളത്തിനരികിൽ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് ഹബീബ് പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹിജ്ജ കഴിഞ്ഞാൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 2 മാസവും 12 ദിവസവും കഴിഞ്ഞ് ഹബീബ് വഫാത്താവുകയാണ്. 3 മാസത്തിൽ താഴെ ഇനി സമയമുള്ളൂ. ഹബീബായ നബി തങ്ങൾ അവിടെ നിർത്തിയിട്ട് സ്വഹാബികളോട് പറയുന്നു, സ്വഹാബികളെ, ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുകയാണ്. അസാ അൻ യഅ്തിനി റസൂലു റബ്ബി ഫഉജീബ്. അല്ലാഹുവിൻ്റെ മരണദൂതൻ എൻ്റെ മുമ്പിലേക്ക് വരികയും എന്നോട് പോരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ വരുന്നു എന്ന് പറയുകയും ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. സ്വഹാബികൾ കരയാൻ തുടങ്ങി, വല്ലാത്ത കരച്ചിൽ. നബിയെ 63-ാമത്തെ വയസ്സിലങ്ങ് പോവാണോ? ആരോഗ്യം കഴിഞ്ഞിട്ടില്ല, 10-20 രോമങ്ങളെ നരച്ചിട്ടുള്ളൂ 60 വയസ്സായപ്പോഴും. ഹബീബ് പോവുകയാണോ? കാര്യമായ ഒരു അസുഖവും ഇല്ലല്ലോ. ഫമാദാ തൻസഹുനാ, ഹബീബെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരൂ നബിയെ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും അങ്ങ് പോയാൽ? അങ്ങനല്ലേ, ഒരു മഹാനായൊരു നേതാവ് നമുക്ക് നഷ്ടമായാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങ് പോയാൽ നബിയെ ഞങ്ങൾ എന്തു ചെയ്യും? തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോവാൻ. അവിടെ പറഞ്ഞ 2, ഒന്ന് ഖുർആനും ഒന്ന് ഹബീബിന്റെ കുടുംബവും, അഹ്ലു ബൈത്ത്, തങ്ങന്മാർ, സയ്യിദന്മാർ. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾക്ക് 2 വിഷയം ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ്. ഒന്ന് കിതാബല്ലാഹി, ഒന്ന് അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ, വഇച്റതി, മറ്റൊന്ന് എൻ്റെ അഹ്ലു ബൈത്ത്, എൻ്റെ കുടുംബം. വേറെ സ്ഥലങ്ങളിൽ നബി തങ്ങൾ ഇതേ ആശയം പറഞ്ഞു, കിതാബല്ലാഹി വസുന്നതി, അല്ലാഹുവിന്റെ കിതാബും എൻ്റെ സുന്നത്തും, ഇത് 2 മുറുകെ പിടിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് 2 നിങ്ങൾ മുറുകെ പിടിച്ചോ, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നിങ്ങളുടെ മനസ്സിനത് സമാധാനം നൽകും. പരലോകത്തേക്ക് വിജയം ഈ വഴിയിലൂടെയുള്ളൂ. അള്ളാഹു നമ്മവൻ്റെ കിതാബ് അനുസരിച്ച് ജീവിക്കുന്നവരാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നമ്മൾ തുടക്കത്തിൽ 76 റഹ്മാൻ എന്ന വാക്ക് വന്നത് 76 തവണയാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? 76 19ന്റെ എത്ര ഗുണിതമാണ്? 4 ആണല്ലേ? 4 × 19 ആണോ 76? അല്ലേ? 76 ഡിവൈഡഡ് ബൈ 19, സോറി, പറഞ്ഞ 3 ആണല്ലേ? അപ്പൊ 4 ആണത്. ഇൻഷാ അല്ലാഹ് അത് തിരുത്തിയിട്ട് വായിക്കണേ. 4 ഏതായാലും 19ന്റെ ഗുണിതമാണ്, 19ന്റെ ഗുണിതമാണ്. 4 ആണ്, 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 4 × 19 = 76. അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് റഹ്മാനെ സംബന്ധിച്ച് വന്നത്. അത് എന്ത് ചെയ്യുക, ഒന്ന് തിരുത്ത് വായിക്കണം. ഞാൻ 3 ആണ് പറഞ്ഞത്, അത് തെറ്റായിരുന്നു, തിരുത്തണം ഇൻഷാ അല്ലാഹ്. അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സമയം ഇത്രയും നേരം നിങ്ങൾ ഈ കണക്കും കേട്ടിരുന്നത് അള്ളാഹുവിന് വേണ്ടി ശ്രമിച്ചതാണ് അല്ലേ? അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചും നമ്മുടെ കിതാബാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടേ വേറുള്ളവർ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ സൂറത്തും ഒരു കുട്ടി ഓതുകയാണെങ്കിലും വലിയവർ ഓതുകയാണെങ്കിലും ഒരു ഹർഫ് തെറ്റാൻ പാടില്ല എന്ന് പറയാൻ കാരണം അത് തെറ്റിയാൽ അത് അള്ളാഹിൻ്റെ കലാം അല്ലാണ്ടായി മാറും. ഒരു ഫതഹ കസറാവാൻ പറ്റൂല, ഒരു കസർ ഫതഹാവാൻ പറ്റില്ല. ബസ്തൻ എന്നിടത്ത് സീനും സ്വാദും വന്നതിലൊരു ഹിക്മത്തുണ്ട്. അത് നമ്മൾ സൂറത്തു മറിയമും സൂറത്തു സ്വാദും തമ്മിലുള്ള 2 സൂറകൾ തമ്മിലൊരു ബന്ധമുണ്ട്. അതിൽ അള്ളാഹു അവിടെ സീനാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവിടുത്തെ ഒരു അത്ഭുതം നഷ്ടപ്പെട്ടു പോകും. അവിടെ സ്വാദാണ്, ബസ്തൻ എന്നാണ്. പക്ഷെ അറബ് വാക്കിന്റെ റൂട്ട് വേർഡ് സീനാണ്, ബസ്തൻ. പക്ഷെ ആ സൂറയിൽ, സൂറത്ത് ആലി ഇമ്രാനിൽ അലിഫ് ലാം മീം വരുന്ന ആ ഒരു ഡിസ്ജോയിന്റ് ലെറ്റർ കൊണ്ട് ആരംഭിക്കുന്ന സൂറകളിൽപ്പെട്ട സൂറയാണ് സൂറത്ത് ആലി ഇമ്രാൻ. അവിടെ വന്നത് ബസ്തൻ, സ്വാദ് കൊണ്ടാണ്. അത് സീനാവാൻ പാടില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്.
അത് വിശുദ്ധ ഖുർആനിലെ വല്ലാത്തൊരു അത്ഭുതങ്ങളിൽപ്പെട്ടതാ. ഈ അക്ഷരങ്ങൾ ഇത് അള്ളാഹുവിൻ്റെ വചനമല്ലായിരുന്നെങ്കിൽ ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇത് അള്ളാഹുവിൻ്റെതാണ്, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളാണ് കാണാൻ പറ്റും. ലാ തൻഖദി അജാഇബുഹ, ഇതിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിൽ സംശയിച്ചിരിക്കുന്ന യുക്തിവാദികൾക്ക് ഖുർആനിലെ ഈ അത്ഭുതങ്ങളുടെ ഒരു വഴിയിലേക്ക് കടന്നാൽ, ഇതൊന്നും ഒരു പുസ്തകത്തിൽ അങ്ങനെ, ഷേക്സ്പിയറുടെ നോവലിൽ അങ്ങനെ ഉണ്ടല്ലോ, മാക്ബത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെർച്ചന്റ് ഓഫ് വെനീസിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇത്ര വേർഡുകൾ അങ്ങനെ വേർഡുകളുടെ റെക്കറിങ് ഉണ്ടാവാം. പക്ഷെ ഇങ്ങനെ ആശയവുമായി ബന്ധപ്പെട്ട റെക്കറിങ്, പദാനുപദങ്ങളുടെ കൃത്യമായ അളവിൽ അള്ളാഹു പരാമർശിക്കുന്നത്, ഓപ്പോസിറ്റുകൾ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഓപ്പോസിറ്റ് വചനങ്ങൾ കൃത്യമായും ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അബ്റാറിനെ 6 തവണ അല്ലാഹു പറഞ്ഞു, ഫുജ്ജാർ ഖുർആനിൽ 3 തവണയാണ്. തിന്മ ചെയ്യുന്നവർക്ക് ഇരട്ടിയാണ് നന്മ ചെയ്യുന്നവർ. അബ്റാർ 6 തവണ, ഫുജ്ജാർ 3 തവണ. ഇങ്ങനെ ഓപ്പോസിറ്റുകളിൽ പോലും അത്ഭുതങ്ങൾ ഉണ്ടെന്നാണ്.